ഹായ് സ്റ്റുഡൻസ്, ഹലോ, വെൽക്കം ടു ദ ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. അപ്പൊ നമ്മുടെ ഈ ഒരു റീനീറ്റ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ നിങ്ങൾക്കറിയാം. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചാപ്റ്റർ ഏതാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആ 3 വർഷത്തെ ക്വസ്റ്റ്യൻസിന്റെ നമ്പർ തന്നെ കണ്ടാൽ മനസ്സിലാവും. 2024 6 ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ 2025 7 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. എന്നാൽ അതേ സമയത്ത് 2026 കഴിഞ്ഞ പരീക്ഷയ്ക്ക് അത് 5 ക്വസ്റ്റ്യൻ ആയെങ്കിൽ ഈ പ്രാവശ്യം 2024 റീനീറ്റിന് അത് 5 മുതൽ 8 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആവാം. എന്ത് തന്നെ ആയിരുന്നാലും ഒരു ആവറേജ് നമുക്കൊരു 5 ക്വസ്റ്റ്യൻ 20 മാർക്ക് കിട്ടാവുന്ന ഒരു ചാപ്റ്ററിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻ 10-29 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻ വരാൻ വേണ്ടി അല്ല, ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട തിയറി മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട വേറെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ കൂടുതൽ പറയുന്നില്ല. പ്രധാനമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു 12 സെഗ്മെന്റ് ആയിട്ട് ഈ ചാപ്റ്ററിനെ തിരിക്കാം. അത് സ്ട്രക്ചർ ഓഫ് DNA ആണ്, അതുപോലെ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് DNA ഡബിൾ ഹെലിക്സ് ആൻഡ് സെൻട്രൽ ഡോഗ്മയാണ്. പിന്നെ മൂന്നാമത്തത് പാക്കേജിംഗ് ആണ്, പാക്കേജിംഗ് ഓഫ് DNA ഹെലിക്സ്. നാലാമത്തത് സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ. പിന്നെ വരുന്നത് റെപ്ലിക്കേഷൻ ആണ്. അടുത്തത് ട്രാൻസ്ക്രിപ്ഷൻ, ടൈപ്സ് ഓഫ് RNA, പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ ഒക്കെ അതിന്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ ജനറ്റിക് കോഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ട്രാൻസ്ലേഷൻ, ലാക്ക് ഓപ്പറോൺ, അതേപോലെ തന്നെ ഹ്യൂമൻ ജിനോം പ്രോജക്റ്റ് ആൻഡ് DNA ഫിംഗർ പ്രിന്റിംഗ്. ഇത്ര തന്നെ നമ്മൾ പറയുമ്പോൾ ഈ ചാപ്റ്ററിന്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാം. 12 ടോപ്പിക്കുകളുണ്ട് ഈ ചാപ്റ്ററിൽ എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മിസ്സാക്കാൻ പാടില്ല. മിസ്സായാൽ നിങ്ങളുടെ ഒരു വർഷം മിസ്സാവുന്ന ഒരു ചാപ്റ്ററാണ് ഈ മോളിക്കുലാർ ബേസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായി നോക്കാം. നമുക്ക് ഈ ഒരു 12 ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 29 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. ആ ഒരു 29 ക്വസ്റ്റ്യൻ പറയുന്നതോടുകൂടെ നമ്മുടെ എന്താവും, ഈ ചാപ്റ്റർ എൻറ്റയർ ചാപ്റ്ററിന്റെ തിയറി കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫൈൻഡ് ദ ഇൻകറക്റ്റ് മാച്ച് എന്നാണ്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്താണ് DNA. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഓർ ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ പോളിമർ ഓഫ് ന്യൂക്ലിയോടൈഡുകളാണ്. ന്യൂക്ലിയോടൈഡുകളുടെ പോളിമറിനെയാണ് നമ്മൾ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുക. ആ ന്യൂക്ലിയോടൈഡുകൾ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, അവിടെ നിങ്ങൾ പഠിക്കണം. അതായത് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് ആണെങ്കിൽ അത് DNA ആണ്. റൈബോ ന്യൂക്ലിയോടൈഡിന്റെ പോളിമർ ആണെങ്കിൽ അത് RNA ആണ്. അപ്പൊ ന്യൂക്ലിയോടൈഡിന്റെ പോളിമർ ആണ് ന്യൂക്ലിക് ആസിഡ്. ഒരു ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഉണ്ടായിരിക്കുന്നത് പെന്റോസ്, അല്ലെ നമ്മൾ പറയുന്ന പി ഷുഗർ എന്ന് പറയുന്ന പി ഷുഗർ, അതായത് പെന്റോസ് ഷുഗറും നൈട്രജൻ ബേസും കൂടി ചേർന്നിട്ട് ഉണ്ടാവുന്നത് എന്താ, ന്യൂക്ലിയോസൈഡ് ആണ്. ഈ ന്യൂക്ലിയോസൈഡിന്റെ കൂടെ എന്ത് കൂടി ചേരുമ്പോൾ, ന്യൂക്ലിയോസൈഡിന്റെ കൂടെ ഫോസ്ഫേറ്റ് മോളിക്യൂൾ കൂടി ചേരുമ്പോഴാണ് അത് ന്യൂക്ലിയോടൈഡ് ആവുക. അപ്പൊ ന്യൂക്ലിയോസൈഡിൽ ഫോസ്ഫേറ്റ് ഇല്ല, ന്യൂക്ലിയോടൈഡിൽ ഫോസ്ഫേറ്റ് ഉണ്ട് എന്ന കാര്യം കൂടെ മനസ്സിലാക്കുക. അത്തരത്തിലുള്ള ന്യൂക്ലിയോടൈഡുകളുടെ എണ്ണം വെച്ചുകൊണ്ടാണ് DNA ലെങ്ത് തീരുമാനിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ആദ്യത്തെ ബാക്ടീരിയോഫേജില് 5386 ന്യൂക്ലിയോടൈഡ് എന്നാണ് പറയുന്നത്. അപ്പൊ 5386 ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് ശരിയാണ്, വാല്യൂ ശരിയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. ഇതൊരു സർക്കുലർ DNA ആണ്, സിംഗിൾ സ്ട്രാൻഡഡ് ആണ്, ഡബിൾ സ്ട്രാൻഡഡ് അല്ല. അങ്ങനെയാണെങ്കിൽ ബേസ് പെയേഴ്സ് എന്നാണ് പറയാം. അതുപോലെ ബാക്ടീരിയോഫേജ് ലാംഡയിൽ 48,502 ഉണ്ട്. അതും എന്താണ്, ശരിയാണ്, അത് ബേസ് പെയേഴ്സ് ആണ്. ബേസ് പെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അത് ഡബിൾ സ്ട്രാൻഡഡ് ആണ്. ഈ കോളി ബാക്ടീരിയയിൽ 4.6 into 10⁻⁶ ബേസ് പെയേഴ്സ്, അതും ശരിയാണ്. ഈ പറഞ്ഞ മൂന്നും ശരിയാണെങ്കിൽ എന്തുകൊണ്ട് നാലാമത്തെ തെറ്റി? ഹാപ്ലോയിഡ് കണ്ടന്റ് ഓഫ് ദ ഹ്യൂമൻ അത് 3.3 തന്നെയാണ്. ഹാപ്ലോയിഡിൽ 3.3 ഡിപ്ലോയിഡിൽ 6.6 പക്ഷെ അത് 10⁻⁶ എന്നുള്ളത് തെറ്റാണ്. 10⁻⁹ ബേസ് പെയേഴ്സ് ആണ്. ബില്യൺ ആണ്, മില്യൺ അല്ല. മില്യൺ എന്ന് പറയുന്നത് ഈ കോളിലാണ്. ബില്യൺ 10⁻⁹ ആണ് എവിടെ വരേണ്ടത്,
ഈ ഹ്യൂമൻ അപ്പൊ 3.3 into 10⁻9 വന്നാൽ ഹാപ്ലോയിഡ് ആയി, 6.6 into 10⁻9 വന്നാൽ അത് ഡിപ്ലോയിഡ് ആയി. അപ്പൊ ഇതിൽ തെറ്റുള്ളത് ഏതാണ്? 4 ആണ്. ഓക്കെ, ഇത് നിങ്ങൾ കമ്പയർ ചെയ്യുക. ഈ ഒരു വാല്യൂ കമ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം എന്താ നോക്കൂ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു പെന്റോസ് ഷുഗറും നൈട്രജൻ ബേസും കൂടിച്ചേർന്നത് എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ടാണ്. ആ എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ടിന്റെ ഫലമായി ഉണ്ടാവുന്നത് ന്യൂക്ലിയോസൈഡുകളാണ്. ആ ന്യൂക്ലിയോസൈഡിൽ എന്ത് കൂടിച്ചേരുന്നു? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് അത് ന്യൂക്ലിയോടൈഡ് ആവുമെന്ന് ഞാൻ പറഞ്ഞു. ഈ ന്യൂക്ലിയോടൈഡ് ഉണ്ടാവുമ്പോൾ ഫോസ്ഫേറ്റ് എവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത്? 5th കാർബണിലാണ്. നമുക്കറിയാം പെന്റോസ് ഷുഗറിന്റെ, നിങ്ങൾ ഇങ്ങനെ ഒരു ഷുഗറിന്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. ഈ പെന്റോസ് ഷുഗറിന്റെ ഒരു പൊസിഷനിൽ റിംഗിൽ ഓക്സിജൻ ആണ്, അതായത് ഹെട്രോസൈക്ലിക് ആണ്. ബാക്കിയുള്ള 4 പൊസിഷനിലാണ് എന്തുണ്ടാവുന്നത്? ഈ ഇവിടെ 1 2 3 ഇവിടെ ഈ പൊസിഷൻ 4 പൊസിഷനിലാണ് എന്തുള്ളത്? കാർബൺ ഉള്ളത്. 5ാമത്തെ പൊസിഷൻ ഇവിടെയാണ് കാർബൺ. ആ 5ാമത്തെ കാർബണിലുള്ള OH, അതായത് ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഇത് 1ാമത്തത്, ഇത് 2ാമത്തത്, ഇത് 3ാമത്തത്, ഇത് 4, ഈ പുറത്തുള്ള കാർബൺ എന്ന് പറഞ്ഞ 5ാമത്തതാണ്. ആ കാർബണിലാണ് ആര് അറ്റാച്ച് ചെയ്യുന്നത്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ചോദ്യം എന്താ? വെൻ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഈസ് ലിങ്ക്ഡ് ടു ഡാഷ് ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയോസൈഡ്. ന്യൂക്ലിയോസൈഡിന്റെ ഏത് ഗ്രൂപ്പിലാണ്? 5th OH-ലാണ്. അതായത് 3-ലുമല്ല 2-ലുമല്ല 5th-ലാണ്. അപ്പോൾ 1ാമത്തതോ 4ാമത്തോ ഉത്തരമാണ്. അതിന്റെ ഫലമായി ഉണ്ടാകുന്ന ബോണ്ടിന്റെ പേരെന്താ? ഫോസ്ഫറസ് ആണ് അറ്റാച്ച് ചെയ്യുന്നത്. ഫോസ്ഫോറിക് ആസിഡ് ആണ് OH-നോടാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ആണ്. അത് രണ്ടിലും ശരി തന്നെയാണ്, ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. പിന്നെ അതിന്റെ ഫലമായി ഉണ്ടാകുന്ന മോളിക്യൂളിന്റെ പേരെന്താ? ഈ ഫോസ്ഫറസ് അറ്റാച്ച് ചെയ്യാതിരിക്കുമ്പോൾ, ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യാതിരിക്കുമ്പോൾ ന്യൂക്ലിയോസൈഡ് ആണെങ്കിൽ, ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യുമ്പോൾ അത് ന്യൂക്ലിയോടൈഡ് ആണ്, ന്യൂക്ലിയോസൈഡ് അല്ല. അതുകൊണ്ട് തന്നെ 1 is the right answer for question number 2. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ന്യൂക്ലിയോസൈഡിൽ ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യുന്നത് റിങ്ങിന് പുറത്തുള്ള 5th കാർബണിലെ OH-ലാണ്. അങ്ങനെ ഉണ്ടാവുന്ന ബോണ്ടിന്റെ പേരാണ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. പക്ഷെ അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, എന്താണ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്? അതായത് ഒരു ന്യൂക്ലിയോടൈഡ് അടുത്ത ന്യൂക്ലിയോടൈഡുമായി കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബോണ്ട്. അപ്പൊ ന്യൂക്ലിക് ആസിഡിൽ കാണുന്ന ബോണ്ടാണ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. ന്യൂക്ലിയോസൈഡിൽ കാണുന്ന ബോണ്ടാണ് എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ന്യൂക്ലിയോടൈഡിൽ കാണുന്ന ബോണ്ടാണ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. ന്യൂക്ലിക് ആസിഡിൽ കാണുന്ന ബോണ്ടാണ് ഫോസ്ഫോ ഡൈഎസ്റ്റർ. മറന്നു പോരുത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 2, 1 is the right answer. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കൂ. ഇതിനകത്ത് 4 ക്വസ്റ്റ്യൻ നമ്മളെ പാർട്ട് 1-നെ ബേസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് പലപ്പോഴും തെറ്റിപ്പോവും. അതിൽ നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുമ്പേ നമുക്ക് ഇതിൽ ഈ ചർഗഫ് റൂൾ പറയണം. എർവിൻ ചർഗഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത, നിങ്ങൾക്കറിയാം വാട്സൺ ആൻഡ് ക്രിക്ക് ഡബിൾ എലിക്സ് മോഡൽ ഉണ്ടാക്കി. വിൽക്കിൻസ് ആൻഡ് ഫ്രാങ്ക്ലിന്റെ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ, എക്സ്റേ അല്ലെ, ആ ഒരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് എന്തുണ്ടാക്കിയത്? അത് വിൽക്കിൻസ് ആൻഡ് ഫ്രാങ്ക്ലിന്റെ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും എന്തുണ്ടാക്കിയത്? ഡബിൾ ഹെലിക്സ് മോഡൽ. അതിന് ആ ഡബിൾ ഹെലിക്കൽ മോഡലിന് ആരുടെ ഇൻഫ്ലുവൻസ് കൂടെ ഉണ്ടായിരുന്നു? എർവിൻ ചർഗാഫിന്റെ. അതായത് ഡബിൾ ഹെലിക്സ് മോഡൽ, ഡബിൾ സ്ട്രാൻഡഡ് DNA-ക്കാണ് ഈ ഒരു ചർഗഫ് റൂള് ഇമ്പോർട്ടന്റ്. അപ്പൊ എന്താ? അതായത് ഇത് ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു RNA ഓർ സിംഗിൾ സ്ട്രാൻഡഡ് DNA എന്നർത്ഥം. അപ്പൊ ഈ ചർഗഫ് റൂൾ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, അഡനിൻ പ്ലസ് ഗ്വാനിൻ ഈസ് ഈക്വൽ ടു സൈറ്റോസിൻ പ്ലസ് തൈമിൻ ആണ് ഡബിൾ സ്ട്രാൻഡഡ്. അതായത് ഇതെന്ന് പറഞ്ഞാൽ പ്യൂരിൻസ് ആണ്. എമൗണ്ട് ഓഫ് പ്യൂരിൻ ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് പിരമിഡിൻ ആണ്. അപ്പോ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 50% ഉണ്ടാവണം. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 50% ഉണ്ടാവണം. ഇതിൽ എത്രയുണ്ടോ അഡിനിൻ അത്രയായിരിക്കും എന്തുണ്ടാവുക? തൈമിൻ. കാരണം അഡിനിൻ ഈസ് പെയർഡ് വിത്ത് തൈമിൻ ആണ്. എത്ര സൈറ്റോസിൻ ഉണ്ടാവും അത്രയും ഗ്വാനിൻ ഉണ്ടാവും. ഇതാണ് ചർഗഫ് റൂള്. അപ്പൊ നമുക്ക് ഇവിടെ ചോദ്യം, ഇൻ DNA 20% ഈസ് അഡിനിൻ. അപ്പൊ 20% എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൽ 80 എന്നൊക്കെ ചിലപ്പോൾ വരും, അല്ലെങ്കിൽ 30 എന്നൊക്കെ വരും. അങ്ങനെയല്ല ചോദ്യം. 20% അഡനിൻ ആണ്. അങ്ങനെയാണെങ്കിൽ പിരമിഡിൻ എത്ര ഉണ്ടെന്നാ ചോദിക്കുന്നത്. പിരമിഡിൻ എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെയാവാം? സൈറ്റോസിനും തൈമിനും ആവാം. ഇവിടെ തൈമിൻ എത്ര, സൈറ്റോസിൻ എത്ര എന്നല്ല ചോദ്യം, പിരമിഡിൻ എത്ര. അപ്പൊ നമ്മൾ എന്തോ ഉത്തരം പറയണം? പിരമിഡിൻ എന്ന് പറഞ്ഞാൽ 50% ആണ്.
ഇനി പിരമിഡിൻ ഒരെണ്ണം തന്നിട്ട് പ്യൂരിൻ എത്ര എന്ന് ചോദിച്ചാൽ അതും 50 ആണ്. പ്യൂരിനോ പിരമിഡെന്നോ ചോദിച്ചാൽ 50 എന്ന് എഴുതാൻ പാടുള്ളൂ. അതുകൊണ്ട് ഉത്തരം 3 ആണ്. അല്ലാതെ നമ്മൾ ബാക്കി കാര്യത്തിലേക്ക് പോണ്ട. അതായത് പ്യൂരിൻ തന്നിട്ട് പിരമിഡിൻ എത്രാന്ന് ചോദിച്ചാൽ ഒന്നും ചിന്തിക്കേണ്ട, അത് എണ്ണേ വേണ്ട, 50 ആണ്. പിരമിഡിൻ തന്നിട്ട് പ്യൂരിൻ ചോദിച്ചാൽ 50 ആണ്, നോക്കണ്ട. എന്നാൽ അടുത്ത ചോദ്യം അതല്ല. അടുത്ത് നമ്മൾ ഇതേപോലെ കാണണം. A sea urchin DNA which is a double stranded. അപ്പൊ അപ്ലിക്കബിൾ ആണ് നമ്മുടെ ചെർഗഫ് റൂള്. 17% are shown by cytosine. 17% സൈറ്റോസിൻ ആണ് എന്ന് പറയുമ്പോൾ 17% സൈറ്റോസിൻ ആണെങ്കിൽ ഈ ഗ്വാനിനും 17% ആയിരിക്കുമല്ലോ. സൈറ്റോസിനും ഗ്വാനിനും ഈക്വൽ ആണ്. ഗ്വാനിൻ 17 ആണെങ്കിൽ അഡനിൻ 33 അല്ലേ? രണ്ടും കൂടെ 50 അല്ലടാ. അപ്പോ അഡനിൻ 30 ആണെങ്കിൽ തൈമിൻ 30 അല്ലേ? അപ്പൊ 33 അല്ലേ? അപ്പൊ എന്ത് വരും? ഇവിടെ ഉത്തരം എന്താണ് വരിക? അതായത് ഗ്വാനൈൻ 34 തെറ്റാണ്, ഗ്വാനിൻ 17 ശരിയാണ്, ഗ്വാനിൻ 17 ശരിയാണ്, ഗ്വാനിൻ 8.5 തെറ്റാണ്. അപ്പൊ 2 or 3 ആണ്. അടുത്തത് അഡനിൻ 16.5 അല്ല, അഡനിൻ 33, തൈമിൻ 30. സോ 3 is the right answer here. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതേപോലെ കാണണം. എന്നാൽ പ്യൂരിൻ പിരമിഡിൻ ചോദിച്ചാൽ കാണുക വേണ്ട, 50-50 ആണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഇനി നമുക്ക് ആ ഒരു സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA എടുക്കാം. DNA സാലിയന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? അതായത് ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്കറിയാം, 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ അതിന്റെ ബാക്ക് ബോൺ ആണ്. ആ ബാക്ക് ബോൺ ഉണ്ടാക്കിയിരിക്കുന്നത് ഷുഗർ കൊണ്ടും ഫോസ്ഫേറ്റ് കൊണ്ടുമാണ്. നൈട്രജൻ ബേസുകൾ പ്രൊജക്റ്റഡ് ഇൻസൈഡ് ആണ് എന്ന കാര്യം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, 2 polynucleotide chains have a backbone of sugar and phosphate and bases are projected inside. Correct ആണല്ലോ. 2 chains are anti-parallel polarity. ഒരു ചെയിൻ 5' to 3' ആണെങ്കിൽ രണ്ടാമത്തത് 3' to 5' ആണ് എന്ന് പറഞ്ഞാൽ ആന്റി പാരലൽ ആണ്. ഒരെണ്ണം ഇങ്ങനെയാണെങ്കിൽ അടുത്തത് ഇങ്ങനെ ആവണം. കാരണം എങ്കിൽ മാത്രമേ ഒരു പ്യൂരിന്റെ അടുത്ത് പിരമിഡിൻ വരുള്ളൂ, ഒരു ഡബിൾ സ്ട്രാൻഡ് എടുത്ത് സിംഗിൾ സ്ട്രാൻഡ്. അപ്പോൾ യൂണിഫോമിറ്റി കീപ്പ് ചെയ്യാൻ എപ്പോഴും ആന്റി പാരലൽ പൊളാരിറ്റി വേണം, അല്ലെങ്കിൽ അടന്റെ അടുത്ത് അടഞ്ഞു വന്നു പോകും. അപ്പൊ അടന്റെ അടുത്ത് തൈമിനെ വരാൻ പാടുള്ളൂ. അത് ശരിയാണ്. അടുത്തത് അഡനിൻ, ഒരു സ്ട്രാൻഡിന്റെ അഡനിൻ അടുത്ത സ്ട്രാൻഡിന്റെ തൈമിനുമായിട്ട് ഡബിൾ ഹൈഡ്രജൻ ബോണ്ടാണ്. അതുപോലെ സൈറ്റോസിൻ ഗ്വാനിനുമായിട്ട് ട്രിപ്പിൾ ബോണ്ടാണ്. ഇവിടെ തന്നിരിക്കുന്നതോ അഡനിൻ ഫോം 3 ഹൈഡ്രജൻ ബോണ്ട്, തെറ്റല്ലേ? അഡനിൻ ഫോം 2 ഹൈഡ്രജൻ ബോണ്ട് വിത്ത് തൈമിൻ ആണ്. അല്ല, ഗ്വാനിൻ ഫോം 2 അല്ല, അതും തെറ്റല്ലേ? 3 ആണ്. ഇവിടെ വേണ്ടത് 2, ഇവിടെ വേണ്ടത് 3യുമാണ്. അപ്പോ ബിറ്റ്വീൻ അഡനിൻ ആൻഡ് തൈമിൻ 2 ഹൈഡ്രജൻ ബോണ്ട്, ബിറ്റ്വീൻ ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ 3 ഹൈഡ്രജൻ ബോണ്ട്. ഓർമ്മിക്കുക, അത് തെറ്റാണ്. അപ്പോൾ ദ പ്ലെയിൻ ഓഫ് വൺ ബേസ് ഈസ് സ്റ്റോക്ക് ഓവർ ദ അതർ. അത് നമ്മളെ കോണി പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. അത് ശരിയാണ്. അഡീഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഒരു പോയിന്റ് കൂടെ നമ്മൾ ഇതിൽ പഠിക്കണം. 2 ബേസ് പെയർ തമ്മിലുള്ള ദൂരം 0.34 നാനോമീറ്റർ ആണ്. മനുഷ്യന്റെ DNA BDNA ഒരു ടേണിനകത്ത് 10 ബേസ് പെയർസ് ആണ്. അപ്പോൾ ഒരു ടേണിന്റെ ഡിസ്റ്റൻസ്, ഹെലിക്സിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു ടേണിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.34 into 10, 3.4 നാനോമീറ്റർ ഓർ 34 ആങ്സ്ട്രം. 10 ടൈംസ് കൂടുതൽ. 3.4 നാനോമീറ്റർ ഓർ 34 ആങ്സ്ട്രം ആണ് ഒരു ചുറ്റിന്റെ മൊത്തം 10 എണ്ണത്തിന്റെ. 2 എണ്ണം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 0.34 നാനോമീറ്റർ ഓർ 3.4 ആങ്സ്ട്രം എന്ന് ഓർമ്മിക്കാം. ആ പോയിന്റ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഈ ഒരു സാലിയന്റ് ഫീച്ചേഴ്സ് എന്ന ഭാഗം മനസ്സിലാവും. അടുത്ത ചോദ്യം സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്ന ഭാഗത്തിനെ ബേസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്കറിയാം, ഏറ്റവും സിമ്പിളിൽ മാർക്ക് വാങ്ങിക്കാവുന്ന ഒരു സംഭവമാണ് സെൻട്രൽ ഡോഗ്മ. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്കറിയാം, നമ്മൾ എന്ത് ചെയ്യുക? DNA എന്ന് എഴുതുക, RNA mRNA RNA എഴുതുക, പ്രോട്ടീൻ എന്ന് എഴുതുക. DNA-യിൽ നിന്ന് DNA-യിലേക്ക് കൊടുക്കുന്നത് എന്താ? DNA ആവുന്നത് റെപ്ലിക്കേഷൻ ആണ്, അല്ലേ? പിന്നെ DNA RNA ആവുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. RNA പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത് ട്രാൻസ്ലേഷൻ ആണ്. ഇത്രേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഫ്രം DNA ടു RNA ടു പ്രോട്ടീൻ. അത് തിരിച്ചു വരില്ല, യൂണി ഡയറക്ഷനിലാണ്, ഒറ്റ സൈഡിലേക്കേ പോകുള്ളൂ. DNA ടു RNA, RNA ടു പ്രോട്ടീൻ. അതിനെയാണ് സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫ്രാൻസിസ് ക്രിക്ക് ആണ്. അപ്പൊ നമ്മളെ ചോദ്യത്തിന് ഉത്തരം എന്താ? ട്രാൻസ്ക്രിപ്ഷൻ. ആദ്യത്തത് ഇവിടെ A എന്ന് പറഞ്ഞാൽ A ട്രാൻസ്ക്രിപ്ഷൻ. B റെപ്ലിക്കേഷൻ ആണോ? തെറ്റാണ്. ജെയിംസ് വാട്സണും അല്ല. ആദ്യത്തത് ട്രാൻസ്ലേഷൻ അല്ല.
ഒന്നാമത്തത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്, രണ്ടാമത്തത് ട്രാൻസ്ലേഷൻ ആണ്, മൂന്നാമത്തത് ഫ്രാൻസിസ് ക്രിക്ക് ആണ്. ട്രാൻസ്ലേഷൻ അല്ല. പിന്നെ നോക്കണ്ട. സോ 3 is the right answer for question number 6 അല്ലേ? ഇനി അടുത്ത ചോദ്യം. ഓക്കെ, അപ്പൊ ഇത് യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ് സെൻട്രൽ ഡോഗ്മ. ഈ സെൻട്രൽ ഡോഗ്മ പഠിച്ചു കഴിഞ്ഞാൽ DNA to DNA റെപ്ലിക്കേഷൻ, DNA to RNA ട്രാൻസ്ക്രിപ്ഷൻ, RNA to പ്രോട്ടീൻ ട്രാൻസ്ലേഷൻ ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ആരാണ്? ഫ്രാൻസിസ് ക്രിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം. ഇത് മിക്കവാറും ജീവികളില് ഇതിങ്ങനെയാണ്. എന്നാൽ അപൂർവം വൈറസുകളില് ഇതിന് ചില വ്യത്യാസമുണ്ട്. അതായത് ഇതിൽ DNA to RNA എന്നുള്ളത് RNA to DNA ആയി മാറും. അപ്പോൾ DNA to RNA ട്രാൻസ്ക്രിപ്ഷൻ ആണെങ്കിൽ RNA to DNA നമ്മൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. അതിനുപയോഗിക്കുന്ന എൻസൈം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ആണ്. ഇത്തരത്തിൽ ഈ ഒരു മാറ്റം സംഭവിക്കുന്ന ഒരു ജീവിക്ക് ഉദാഹരണമാണ് HIV. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഉപയോഗിച്ച് റിട്രോ വൈറസുകൾ. അപ്പൊ ഇൻ സം വൈറസ് ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഈസ് ഇൻ റിവേഴ്സ് ഡയറക്ഷൻ ഫ്രം RNA to DNA. നോർമലി DNA to RNA ആണ്. ഇത് RNA to DNA. Can suggest a simple name for the process. DNA to RNA ട്രാൻസ്ക്രിപ്ഷൻ ആണെങ്കിൽ RNA to DNA എന്താ പറയാ? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് പറയാ. ആ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടത്തുന്ന എൻസൈമിനെയാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് നമ്മൾ പറയപ്പെടുന്നത്. സോ ഇത് ശരിക്ക് കണ്ടുപിടിച്ച ഇത് എന്തല്ല? സെൻട്രൽ ഡോഗ്മയല്ല, ഇത് റിവേഴ്സ് സെൻട്രൽ ഡോഗ്മയാണ്. ഇത് പറഞ്ഞത് ഫ്രാൻസിസ് ക്രിക്കുമല്ല, ടെമിനാണ്. അവിടെ ഇതിനെ ടെമിനിസം എന്നൊക്കെയാണ് പറയുക. സോ ക്വസ്റ്റ്യൻ നമ്പർ 7, 3 is the right answer. ഇത്ര നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് പാക്കേജിംഗ് ആണ്. നിങ്ങൾക്കറിയാം, നമുക്ക് ഇത് നോക്കൂ, 6.6 into 10⁻⁹ ബേസ് പെയർസ് ആണ് നമ്മളെ ഡിപ്ലോയിഡ് സെല്ലിലുള്ളത്. രണ്ട് സെല്ലുകൾ തമ്മിൽ, രണ്ട് ബേസ് പെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.34 നാനോമീറ്റർ ആണ്. അപ്പോൾ നാനോമീറ്റർ ഇപ്പൊ 10⁻⁻9ഉം 10⁻⁹ കട്ടായി പോകും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മളൊരു സെല്ലിനകത്ത് എത്ര DNA ഉണ്ട്? 6.6 into 0.34 മീറ്റർ എന്ന് പറഞ്ഞാൽ 2.2 മീറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ന്യൂക്ലിയസിന്റെ, ടിപ്പിക്കൽ ന്യൂക്ലിയസിന്റെ ഡയമീറ്റർ 10⁻⁻6 മീറ്റേഴ്സ് ആണ്. നമ്മളെ ടിപ്പിക്കൽ ന്യൂക്ലിയസിന്റെ ഡയമീറ്റർ 10⁻⁻6 മീറ്റേഴ്സ് ആണ്. പക്ഷെ ഇവിടെ 2.2 മീറ്റേഴ്സ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു 10⁻⁻6 ഉള്ള ആ ഒരു മീറ്റേഴ്സ് നീളമുള്ള ന്യൂക്ലിയസിന്റെ ഉള്ളിൽ, മൈക്രോസ്കോപ്പിക് ആയ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ 2.2 മീറ്റർ നീളമുള്ള DNA ഒതുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നു അത് ന്യൂക്ലിയോസോം. അതായത് പ്രോകാരിയോട്സിലാണെങ്കിൽ ന്യൂക്ലിയോയിഡ് എന്ന രൂപത്തിലും, അതേ സമയത്ത് യൂകാരിയോട്സിലാകുമ്പോൾ ന്യൂക്ലിയോസോം എന്ന രൂപത്തിലുമാണ്. ഇവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു പ്രത്യേകതരം പ്രോട്ടീൻ ഉണ്ട്, ഹിസ്റ്റോൺ എന്ന പോസിറ്റീവ് പ്രോട്ടീൻ. അത് എന്തുകൊണ്ടാണ് പോസിറ്റീവ് ആവുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. അത് പോസിറ്റീവ് ആവാൻ കാരണം അവിടെ ബേസിക് ആയ അമിനോ ആസിഡുകൾ ഉള്ളത് കൊണ്ടാണ്. ഏതൊക്കെയാണ് അവിടുത്തെ ബേസിക് അമിനോ ആസിഡ് എന്ന് പറയുന്നത്? അത് ആർജിനിൻ പോലുള്ള, അല്ലെ, ലൈസിൻ ആർജിനിൻ പോലുള്ള എന്താണ് ബേസിക് അമിനോ ആസിഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ അത് ബേസിക് അമിനോ ആസിഡ് ഓർ പോസിറ്റീവ് ആണ്, ബേസിക് പ്രോട്ടീൻ ആണ്, അല്ലെ, പോസിറ്റീവ് ആണ് ഹിസ്റ്റോൺ. അങ്ങനത്തെ 8 ഹിസ്റ്റോൺ കൂടിച്ചേർന്നുള്ള ഒരു സ്ട്രക്ചറിനെയാണ് ഹിസ്റ്റോൺ ഒക്ടമർ എന്ന് നമ്മൾ പറയുക. ആ ഹിസ്റ്റോൺ ഒക്ടമറിനെ ചുറ്റിക്കൊണ്ടാണ് 200 ബേസ് പെയർസ് ആയിട്ട് DNA കാണപ്പെടുന്നത്. ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ന്യൂക്ലിയോസോം എന്ന് പറയുക. ആ ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചർ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇതിനകത്ത് എന്താണ് A, എന്താണ് B, എന്താണ് C എന്നാ ചോദിച്ചത്. ഇതിൽ A എന്ന് പറയുന്നത് ഈ സ്ട്രക്ചർ 200 ബേസ് പെയർസ് ഉള്ള DNA ആണ്. അപ്പോൾ A എന്ന് പറഞ്ഞാൽ DNA ആണ്, RNA അല്ല. അതുകൊണ്ട് 1 or 3 ആണ്. അടുത്തത് H1 അല്ല, ഇത് B എന്ന് പറഞ്ഞാൽ H1 ഹിസ്റ്റോൺ ആണ്. അതൊരു മാറ്റമില്ല, H1 ആണ്. പക്ഷേ C എന്താ? ഹിസ്റ്റോൺ ഒക്ടമർ ആണ്, അല്ലേ, അല്ലാതെ ടെട്രമർ അല്ല. ഹിസ്റ്റോൺ ഒക്ടമർ 8 ഹിസ്റ്റോൺ കൊണ്ട്, അതായത് H1 കഴിഞ്ഞാൽ H2A 2 H2B 2 H3 2 H4 2 ഇങ്ങനെ 8 ഹിസ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയ ഹിസ്റ്റോൺ ഒക്ടമറിനെ ചുറ്റിക്കൊണ്ടാണ് 200 ബേസ് പെയർസ് എന്തുള്ളത് DNA കാണപ്പെടുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ന്യൂക്ലിയോസോം. അപ്പോ ഇത് എന്തിനാണ് H1 ഹിസ്റ്റോൺ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. അത് നമ്മുടെ ഹിസ്റ്റോൺ ഒക്ടമറിന്റെ ഭാഗമല്ല.
എന്ന കാര്യം കൂടെ അറിയാം. ഹിസ്റ്റോൺ ഒക്ടമറിന്റെ ഭാഗമല്ലാത്ത ഹിസ്റ്റോൺ ആണ് H1 ഹിസ്റ്റോൺ. കാരണം അത് ഈ DNA നെഗറ്റീവാണ്. ആ DNA വന്ന് ചുറ്റി പുറത്തേക്ക് പോകുമ്പോൾ DNA ടു DNA റിപ്പൾഷൻ വരും. ആ റിപ്പൾഷൻ തടയാൻ, അപ്പൊ അത് അൺവൈൻഡ് ആയിപ്പോ, അത് തടയാൻ വേണ്ടിയിട്ടാണ് അതിനെ കണക്ട് ചെയ്ത പോസിറ്റീവായ H1 ഹിസ്റ്റോൺ ഉള്ളത്. ഈ സ്ട്രക്ചറിനെയാണ് ന്യൂക്ലിയോസോം എന്ന് പറയുക. ഈ ന്യൂക്ലിയോസോം ഇങ്ങനെ മാല കോർക്കുന്ന പോലെ ബീഡ്സ് ഓൺ സ്ട്രിങ് സ്ട്രക്ചർ ആണ് ക്രൊമാറ്റിഡ്. ആ ക്രൊമാറ്റിഡ് കണ്ടൻസ് ചെയ്തിട്ടാണ് ക്രോമസോമായി മാറുന്നത്. ഈ ക്രൊമാറ്റിൻ എന്ന് പറയുന്ന സംഭവം ഇപ്പൊ നമുക്ക് ഇതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 8 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കൂ. എല്ലാ ഭാഗത്തും ഒരുപോലെയാണോ ഈ ക്രൊമാറ്റിൻ എന്ന് ചോദിച്ചാൽ അല്ല. ചില ഭാഗത്ത് കുറച്ച് ലൂസ്ലി പാക്ഡ് ആയിരിക്കും, ചില ഭാഗത്ത് തിക്ലി പാക്ഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ അതിന് രണ്ട് തരത്തിൽ പറയാം, യു ക്രൊമാറ്റിനും ഹെറ്ററോ ക്രൊമാറ്റിനും. യു ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞാൽ അത് ലൂസ്ലി പാക്ഡ് ആണ്. അപ്പൊ ലൂസ്ലി പാക്ഡ് ആയതുകൊണ്ട് സ്റ്റെയിൻ കുറച്ചേ അത് അബ്സോർബ് ചെയ്യുള്ളൂ. അപ്പൊ ലൈറ്റ്ലി സ്റ്റെയിൻഡ് ആണ്, പക്ഷേ ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് ആണ്. ഈ 3 പോയിന്റ് പഠിക്കുക. അതായത് ലൂസ്ലി പാക്ഡ് ആണ്, ലൈറ്റ്ലി സ്റ്റെയിൻഡ് ആണ്, കുറച്ചേ സ്റ്റെയിൻ പിടിക്കൂ, എന്നാൽ ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് ആണ്. അതിനെ പറയുന്ന പേര് യു ക്രൊമാറ്റിൻ എന്നാണ്. എന്നാൽ അതേ സമയത്ത് തിക്ലി പാക്ഡ്, ഡെൻസ്ലി ഓർ കോമ്പാക്ട്ലി പാക്ഡ് ആണ്, അതുകൊണ്ട് ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആണ്, എന്നാൽ ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവ് ആയതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹെറ്ററോക്രോമാറ്റിൻ. ഇവിടെ ചോദ്യം എന്താ? ലൈറ്റ്ലി സ്റ്റെയിൻഡ് പാർട്ട് ഓഫ് ക്രോമാറ്റിൻ. ലൈറ്റ്ലി സ്റ്റെയിൻഡ് എന്ന് പറയുമ്പോൾ ലൂസ്ലി പാക്ഡ് ആണെന്നും പറയുന്നുണ്ട്, ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് ആണെന്നും പറയുന്നുണ്ട്. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ദർ ഇസ് യു ക്രോമാറ്റിൻ. ലൂസ്ലി പാക്ഡ് ആണെങ്കിൽ യു ക്രോമാറ്റിൻ, ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് ആണെങ്കിലും ലൈറ്റ്ലി സ്റ്റെയിൻഡ് ആണെങ്കിലും യു ക്രോമാറ്റിൻ. ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആണ്, തിക്ലി പാക്ഡ് ആണ്, ട്രാൻസ്ക്രിപ്ഷൻ ഇനാക്റ്റീവ് ആണെങ്കിൽ ഹെറ്ററോക്രോമാറ്റിൻ. അപ്പോൾ ഹയർ ലെവലിൽ നമ്മൾ നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻ കൂടെ അവിടെ ആവശ്യമുണ്ട് എന്ന കാര്യം കൂടെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഓർമ്മിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 9 എന്താ വരിക? 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 എടുക്കാം. നമ്മുടെ എക്സ്പെരിമെന്റ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ് പറയുന്നു, സെർച്ച് ഫോർ ജെനറ്റിക് മെറ്റീരിയൽ. ആദ്യമായിട്ട് പല സയന്റിസ്റ്റിനും എന്താണ് ജെനറ്റിക് മെറ്റീരിയൽ അറിയില്ലായിരുന്നു. 1928 വരെയുള്ള കാലഘട്ടത്തിൽ പ്രോട്ടീൻ ആണ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന് വിശ്വസിച്ച ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ 1928 ഒരു മൈക്രോബയോളജിസ്റ്റ് ഡോക്ടർ ഗ്രിഫിത്ത് ആണ് ആദ്യമായിട്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങിയത് ജെനറ്റിക് മെറ്റീരിയൽ. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിനെ ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ എന്നാണ് പറയുക. അദ്ദേഹത്തിന് എന്താണ് ട്രാൻസ്ഫോം ചെയ്തതെന്ന് പറയാൻ പറ്റിയിട്ടില്ല. പക്ഷെ അദ്ദേഹം സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ബാക്ടീരിയയുടെ മുകളിലാണ് പരീക്ഷണം നടത്തിയത്. അതിന് 2 സ്ട്രെയിൻ ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. എസ് സ്ട്രെയിൻ സ്മൂത്ത്, ഒരു പോളിസാക്കറൈഡ് കോട്ടിംഗ് ഉണ്ട്. രണ്ടാമത്തത് ആർ സ്ട്രെയിൻ റഫ് ആണ്, അതിന് പോളിസാക്കറൈഡ് കോട്ടിംഗ് ഇല്ല. ഇങ്ങനെ ഈ 2 എണ്ണം എടുത്തിട്ട് അദ്ദേഹം മൈസിൽ കുത്തിവെച്ചതാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, സ്മൂത്ത് വെറൈറ്റി വിറുലന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ കോസ് ന്യൂമോണിയ. അതേസമയത്ത് റഫ് വെറൈറ്റി നോൺ വിറുലന്റ് ആണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ആർ സ്ട്രെയിൻ. ആർ സ്ട്രെയിൻ എന്താ? നോൺ വിറുലന്റ് ആണ്, രോഗം ഉണ്ടാക്കാനുള്ള കഴിവില്ല. അപ്പോൾ എന്തായിരിക്കും? ഈ മൈസ് സർവൈവ്ഡ് അല്ലേ, മൈസ് ജീവിക്കും. എസ് സ്ട്രെയിൻ അത് വിറുലന്റ് ആണ്, ഇറ്റ് ക്യാൻ കോസ് ന്യൂമോണിയ ആൻഡ് കോസ് ദ ഡെത്ത് ഓഫ് മൈസ്. അപ്പൊ എന്തായിരിക്കും വരിക? ഇവിടെ ഈ ഡൈഡ് ആയിരിക്കും. ഇനി അടുത്തത് ഹീറ്റ് കിൽഡ് എസ്. എസിനെ ചൂടാക്കി കൊന്നു. ആ ബാക്ടീരിയയെ ചൂടാക്കി കൊന്ന സമയത്ത് കുത്തിവെച്ചാൽ എന്തായിരിക്കും? മൈസ് സർവൈവ് ചെയ്യൂലേ? മൈസ് സർവൈവ് ചെയ്യും. കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം, അത് ബാക്ടീരിയയുടെ ശക്തി കുറഞ്ഞു പോയി, മൈസ് ജീവിക്കും. ഇനി ഹീറ്റ് കിൽഡ് എസും, അതായത് ചൂടാക്കി കൊന്ന എസും ലൈവ് ആറും കൂടെ മിക്സ് ചെയ്തപ്പോ സത്യത്തിൽ മൈസ് ജീവിക്കുകയാണ് വേണ്ടത്. പക്ഷെ മൈസ് എന്തായിപ്പോയി? ഡൈഡ്. അപ്പോ ശരിക്കും നിങ്ങൾ നോക്കൂ, ഇവിടെ ഒന്നാമത്തെയും മൂന്നാമത്തെയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നാലാമത്തത് ഉണ്ടാക്കിയത്. കാണാൻ മനസ്സിലാവും. ഒന്നാമത്തത് ലൈവ് ആർ, മൂന്നാമത്തത് ഹീറ്റ് കിൽഡ് എസ്. ഈ രണ്ടിലും മൈസ് സർവൈവ് ആണ്. എന്നാൽ ഈ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുത്തിവെച്ചപ്പോൾ മൈസ് ചത്തുപോയി. എന്തുകൊണ്ട് എന്നത് ചിന്തിച്ചു, ഇദ്ദേഹത്തിന് ഉത്തരം കിട്ടിയില്ല. അതിനെയാണ് എന്തു പറയുന്നത്? ആ ഒരു പരീക്ഷണത്തിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയാ. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ ആരാണ് നടത്തിയതെന്ന് ചോദിച്ചാൽ ഗ്രിഫിത്ത് ആണ്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം മറ്റു 3 സയന്റിസ്റ്റ്, അവറി, മെക്ലിയോയിഡ്സ് ആൻഡ് മെക്കാർട്ടി, അവര് എന്ത് തെളിയിച്ചു? അവർ ഈ ട്രാൻസ്ഫോം ചെയ്ത സാധനം DNA ആണെന്നാണ് തെളിയിച്ചത്. ട്രാൻസ്ഫോമിംഗ് സബ്സ്റ്റൻസ് DNA ആണെന്ന് തെളിയിച്ചു. അപ്പോഴും DNA ജെനറ്റിക് മെറ്റീരിയൽ ആണ് ആധികാരികമായി തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അത് തെളിയിച്ചത് ആരാണ്? ഹർഷെ ആൻഡ് ആൽഫ്രഡ് ഹർഷെ, മാർത്ത ചേസ് എന്താണ് ബാക്ടീരിയോഫേജിന്റെ മുകളിൽ പരീക്ഷണം നടത്തിയിട്ടാണ്
അവരെന്ത് തെളിയിച്ചത്? ഈ ഒരു പരീക്ഷണം ശരിയാണ്. അപ്പൊ നമുക്ക് ഇത് എന്തെടുക്കാം? ആദ്യത്തതില് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ എഫക്ട് ഓൺ മൈസ്. സർവൈവ്ഡ് ശരിയാണ്, സർവൈവ്ഡ്, ഡൈഡ് അല്ല. അടുത്തത് ഡൈഡ് ആണ്, സർവൈവ്ഡ് ആണ്, ഡൈഡ്. ഇപ്പോ ഡൈഡ് ഉണ്ട് ഇവിടെ, കണ്ടോ? ഓപ്ഷൻ 2 is the right answer. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഹർഷേ ചേസ്, ഞാൻ പറഞ്ഞു ഓതന്റിക്കലി ഹു പ്രൂവ് ദാറ്റ് DNA is a genetic material. ഓതന്റിക്കലി ആരാണ് പറഞ്ഞത് DNA ജെനറ്റിക് മെറ്റീരിയൽ ആണെന്ന്? പറഞ്ഞത് ഹർഷേ ചേസ് ആൻഡ് ആൽഫ്രഡ് ഹർഷേ ആൻഡ് മാർത്ത ചേസ് ആണ്. അപ്പൊ ഹർഷേ ചേസ് എക്സ്പെരിമെന്റില് സൾഫർ 35, ഇത് കൃത്യമായിട്ട് ഓർമ്മിക്കുക, സൾഫർ 35ഉം ഫോസ്ഫറസ് 32 റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകളാണ് അവർ ഉപയോഗിച്ചത്. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വളർത്തിയിട്ട് ബാക്ടീരിയയുടെ മുകളിൽ, ഈ കോളി ബാക്ടീരിയയുടെ മുകളിൽ അതിനെ എന്ത് ചെയ്തതാണ്? ഇൻഫെക്ട് ചെയ്തതാണ്. ഇൻഫെക്ഷൻ, ബ്ലഞ്ചിങ്, സെൻട്രിഫ്യൂഗേഷൻ, ആ ഓർഡറിലാണ് പരീക്ഷണം നടത്തിയത്. അങ്ങനെ പരീക്ഷണം നടത്തിയ സമയത്ത് അവരെന്താ കണ്ടെത്തിയത്? പ്രോജനി വൈറസ് റീറ്റെയിൻ P32 ബട്ട് നോട്ട് S. അതായത് വൈറസ്, പ്രോജനി വൈറസുകൾക്ക് എന്തുണ്ട്? ഈ P32 നിലനിർത്താൻ പറ്റി, സൾഫർ നിലനിർത്താൻ പറ്റിയില്ല. കാരണം എന്താ? അതൊരു ജെനറ്റിക് മെറ്റീരിയലായി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഫോസ്ഫറസിനെ നിലനിർത്താൻ പറ്റിയത്. സൾഫർ ഒരു ജെനറ്റിക് മെറ്റീരിയൽ അല്ല. റിട്ടൻഷൻ ഓഫ് ഫോസ്ഫറസ് ഇൻ പ്രോജനി വൈറസ് ഇൻഡിക്കേറ്റ് ദാറ്റ് DNA വാസ് പാസ്ഡ് ഓൺ. ആ പ്രോജനി വൈറസിൽ ഈ ഒരു P32 ഉണ്ടെങ്കിൽ അതിന് അർത്ഥം എന്താ? അത് എവിടുന്ന് കിട്ടിയതാണ്? ഈ വൈറസ്, അതായത് ഈ ഒരു ജെനറ്റിക് മെറ്റീരിയൽ ഒരു ജനറേഷന് അടുത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തതാണ്. അതും ശരിയാണ്. ലോസ് ഓഫ് S35 ഇൻ ദ പ്രോജനി വൈറസ്. പ്രോജനി വൈറസിൽ സൾഫർ ഇല്ല, കാരണം സൾഫർ ഇസ് എ പാർട്ട് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീന്റെ ഭാഗമാണ് സൾഫർ, അല്ലെ? അതുകൊണ്ട് തന്നെ ഈ റേഡിയോ ആക്റ്റീവ് സൾഫർ പ്രോട്ടീനിലാണ് റേഡിയോ ആക്റ്റീവ് ആക്കുക. ആ റേഡിയോ ആക്ടിവിറ്റി അടുത്ത ജനറേഷനിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ പ്രോട്ടീൻ എന്തല്ല? റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഈ പ്രോട്ടീൻ ഒരിക്കലും ഒരു ജെനറ്റിക് മെറ്റീരിയൽ അല്ല. ആകെ ഒന്നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയത് ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് എന്ന് പറയുന്നത് ന്യൂക്ലിക് ആസിഡിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ DNA is the genetic material. ഈ പറഞ്ഞ മൂന്നും ശരിയാണ്. all of the above is the right answer for question number 11. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഒരു മോളിക്യൂൾ, ഇത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു മോളിക്യൂൾ ജെനറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ 4 കണ്ടീഷൻ നിങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണ്? കാരണം നമുക്കിത് എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന ഒരു ഭാഗമാക്കണം. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു മണിക്കൂറിനുള്ളിൽ ഈ ടോപ്പിക് തീരണം. നിങ്ങൾക്കറിയാം 10-16 മണിക്കൂറിന് എടുക്കുന്ന ചാപ്റ്ററാണിത്. ആ ചാപ്റ്റർ ഒരു മണിക്കൂറിനുള്ളിൽ ഒതുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ വൈഷമ്യം അറിയാം. എങ്കിലും അത് നമുക്കൊരു യൂട്യൂബ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ലെങ്തി ആവുന്നത് നിങ്ങൾക്കും വിഷമമാണ്. അതുകൊണ്ട് എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളാണ് പറയുന്നത്. ഒരു മോളിക്യൂൾ എന്താവണമെങ്കിൽ, ജെനറ്റിക് മെറ്റീരിയൽ ആവണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കണ്ടീഷൻ ഉണ്ട്? 4 കണ്ടീഷൻ ഉണ്ട്. ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് മെന്റേലിയൻ ക്യാരക്ടേഴ്സ്. മെന്റേലിയൻ ക്യാരക്ടേഴ്സ് പോലെ ഒന്നിന്ന് മറ്റൊന്നിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യണം. അത് ശരിയാണ്. ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ജനറേറ്റ് ഇസ് റെപ്ലിക്ക. റെപ്ലിക്കേഷൻ ഉണ്ടാക്കണം. അടുത്ത് ഇറ്റ് ഷുഡ് ബി അൺസ്റ്റേബിൾ സ്ട്രക്ചറലി. അത് തെറ്റാണ്. സ്റ്റേബിൾ ആവണം. അൺസ്റ്റേബിൾ അല്ല, സ്റ്റേബിൾ ആവണം. ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡ് സ്കോപ്പ് ഫോർ സ്ലോ ചേഞ്ചസ്. മ്യൂട്ടേഷൻ സംഭവിക്കണം. ഇതൊക്കെ ഏത് ജെനറ്റിക് മെറ്റീരിയലും വേണം. സ്റ്റേബിൾ ആവുക എന്നുള്ളതാണ്. അൺസ്റ്റേബിൾ എന്നുള്ളത് തെറ്റാണ്. അതുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും RNA ആണ് മുന്നിലെങ്കിലും ഈ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലാണ് DNA മുന്നിലുള്ളത്. അതുകൊണ്ട് തെറ്റുള്ള പോയിന്റ് ക്വസ്റ്റ്യൻ നമ്പർ 12 എന്താ വരുന്നത്? 3 is the right answer. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് റെപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയാം ആരാണ് റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണെന്ന് പറഞ്ഞത്? വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. നമ്മുടെ DNA റെപ്ലിക്കേഷൻ എസ് ഫേസിൽ നടക്കുന്ന DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണെന്ന് പറഞ്ഞത്. എന്താ സെമി കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം ഉണ്ടാവുന്ന 2 ഡോട്ടർ DNAയിൽ ഒരു സ്ട്രാൻഡ് എപ്പോഴും പാരന്റിന്റേതും ഒരെണ്ണം എപ്പോഴും പുതിയതുമായിരിക്കും. 2 ഒരിക്കലും പുതിയതും ആവില്ല, 2 ഒരിക്കലും പാരന്റും ആവില്ല. അപ്പൊ ഒരു DNA-യിൽ നിന്ന്, പാരന്റ് DNA-യിൽ നിന്ന് 2 ഡോട്ടർ DNA ഉണ്ടാവുമ്പോൾ അതിൽ ഒരു സ്ട്രാൻഡ് പാരന്റിന്റേതും ഒരു സ്ട്രാൻഡ് പുതിയതുമായിരിക്കും എന്നുള്ളതാണ് സെമി കൺസർവേറ്റീവ് മെത്തേഡ്. ആ സെമി കൺസർവേറ്റീവില് അത് സെമി കൺസർവേറ്റീവ് ആണെന്ന് പറഞ്ഞത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ്. എന്നാൽ അത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തത് വരല്ല. അത് മെസൽസൺ ആൻഡ് സ്റ്റോൾ ഈ കോളി ബാക്ടീരിയയുടെ മുകളിൽ, ഒരു പ്രോകാരിയോട്ടിന്റെ മുകളിൽ പരീക്ഷണം നടത്തി. അതേ വർഷം തന്നെ ടെയ്ലറും അദ്ദേഹത്തിന്റെ കൊളീഗ്സും വിസിയ ഫാബ എന്ന യൂകാരിയോട്സിന്റെ മുകളിൽ, ഫാബ ബീൻസിന്റെ മുകളിൽ പരീക്ഷണം നടത്തി. ഈ മെസൽസൺ സ്റ്റോൾ പരീക്ഷണം നടത്തിയിരിക്കുന്നത് ഹെവി നൈട്രജൻ ഉപയോഗിച്ചിട്ടാണ്, റേഡിയോ ആക്റ്റീവ് അല്ല.
എന്നാൽ അതേ സമയത്ത് വിസിയ ഫാബിയുടെ ടൈലർ പരീക്ഷണം നടത്തിയത് റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ ഉപയോഗിച്ചിട്ടാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇതിൽ ഇവരുടെ ഈ ഒരു എക്സ്പെരിമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇത് പഠിക്കണം. ഇതിനകത്ത് നമുക്ക് ഒരു എന്താ നോക്കൂ, ഒന്നാമത്തെ ജനറേഷനിൽ ഞാൻ എഴുതി തരാം. ഫസ്റ്റ് ജനറേഷനിൽ ആകെ 2 എണ്ണം ഉണ്ടാവുക. ആ 2 എണ്ണം എന്ന് പറഞ്ഞാൽ രണ്ടും ഹൈബ്രിഡ് ആയിരിക്കും. ആകെയുള്ള 2 എണ്ണം ഒരു സ്ട്രാൻഡ് N14 ഒരു സ്ട്രാൻഡ് N15 ആയിരിക്കും. ഇനി രണ്ടാമത്തെ ജനറേഷനിലോ സെക്കൻഡ് ജനറേഷനിൽ 4 എണ്ണം ഉണ്ടാവും. 4 എണ്ണത്തിൽ 2 എണ്ണം എന്ന് പറയുന്നത് N14 ആയിരിക്കും. 2 എണ്ണം എന്ന് പറയുന്നതോ N14 N15 എന്ന ഹൈബ്രിഡ് ആണ്. N14 നോർമൽ എന്ന് പറയാം, മറ്റേത് ഹൈബ്രിഡ്. ഇനി മൂന്നാമത്തെ ജനറേഷനിൽ എത്ര ഉണ്ടാവും? 8 എണ്ണം ഉണ്ടാവും. 8 എണ്ണത്തിൽ 2 എണ്ണം എന്തായാലും വരിക N14 N15 ഹൈബ്രിഡ് ആണ്. ബാക്കിയുള്ള 6 എണ്ണം എന്ന് പറയുന്നത് N14 നോർമൽ ആണ്. അപ്പൊ ഇവിടുത്തെ റേഷ്യോ 1:1 ആണ്. ഇവിടുത്തെ റേഷ്യോ 1:3 ആണ്. ഇനി നാലാമത്തെ ഫോർത്ത് ജനറേഷൻ എന്ന് പറഞ്ഞാൽ 16 എണ്ണം ഉണ്ടാവും. 16 എണ്ണത്തിൽ 2 എണ്ണം N14 N15 ഹൈബ്രിഡ് ആണ്. ബാക്കിയുള്ള 14 എണ്ണം എന്താ? N14. ഇത് 6 വരെ നിങ്ങൾ പഠിക്കണം. അപ്പൊ ഇതിനകത്ത് സമയമില്ലാത്തതുകൊണ്ടാണ്. ഇതിനകത്ത് ഈ റേഷ്യോ 1:7 ആണ്. അടുത്തത് 32 എണ്ണം വരും. 32 എണ്ണത്തിൽ 2 എണ്ണം ഹൈബ്രിഡും 30 എണ്ണം നോർമലുമാണ്. 1:15. അടുത്ത ജനറേഷനിൽ 64 എണ്ണം വരും. അതിൽ 62 എണ്ണം നോർമലും 2 എണ്ണം ഹൈബ്രിഡുമാണ്. അപ്പൊ 1:31. ആ റേഷ്യോ ഒന്ന് പഠിക്കുക. ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്ര ജനറേഷൻ കഴിഞ്ഞാലും മാക്സിമം 2 എണ്ണം മാത്രമാണ് ഹൈബ്രിഡ്, ബാക്കിയുള്ളത് മുഴുവൻ നോർമലാണ്. നമ്മളെ ചോദ്യം എന്താണെന്നറിയോ? ഇവിടെ ഈ ബ്ലാക്കിഷ് കളറിൽ കൊടുത്തത്, ഡാർക്ക് കളറിൽ കൊടുത്തത് N15 ആണ്. അപ്പൊ നമ്മളോട് ADN എന്താ? ADN എന്ന് പറഞ്ഞാൽ ലൈറ്റ് അല്ലേ? അപ്പൊ N14 ആണ്. എല്ലാത്തിലും അത് N14 ആണ്. ശരിയാണ്. അടുത്തത് B എന്ന് പറയുമ്പോൾ ഡാർക്ക് കളറിനെയാണ് കാണിക്കുന്നത്. ഡാർക്ക് കളർ എന്ന് പറഞ്ഞാൽ N15 ആണ്. അതുകൊണ്ട് 3 അല്ല എന്ന് മനസ്സിലായി. ഇനി അടുത്തത് C എന്ന് പറയുമ്പോൾ ആ ഹൈബ്രിഡ് ഉള്ള ലൈറ്റിനെയാണ് കാണിച്ചത്. അപ്പൊ അത് N14 ആണ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ട ഇത് തെറ്റാണ്. അപ്പൊ 1 2 എന്ന് മനസ്സിലായി. അടുത്തതോ DNA എന്ന് പറഞ്ഞാൽ അത് N14 ആണ്. സോ 2 is the right answer. ആ ചിത്രത്തിന്റെ കളർ നോക്കിക്കൊണ്ടാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ വരാൻ സാധ്യതയുള്ളത് ഈ ഓരോ ജനറേഷനുള്ള റേഷ്യോ, ഓരോ ജനറേഷൻ അത് 20 മിനിറ്റ് വെച്ചെടുക്കുക. 20 മിനിറ്റ്, അടുത്തത് 40 മിനിറ്റ്, 60 മിനിറ്റ്, 80 മിനിറ്റ്, 100, 120, അങ്ങനെ 6 ജനറേഷൻ പഠിക്കുക ഈ ക്വസ്റ്റ്യൻ. അപ്പൊ സോ ക്വസ്റ്റ്യൻ നമ്പർ 13, 2 is the right answer. ഇനി നോക്കൂ, നമ്മളെ റെപ്ലിക്കേഷനിലെ മറ്റൊരു ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയാം റെപ്ലിക്കേഷൻ രണ്ട് സ്ട്രാൻഡും ഒരുപോലെയല്ല റെപ്ലിക്കേറ്റ് ചെയ്യുക. ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യും, മറ്റൊന്ന് ഡിസ്കണ്ടിന്യൂസ് ആയി റെപ്ലിക്കേറ്റ് ചെയ്യും. ഡിസ്കണ്ടിന്യൂസ് ആയി റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ പറയുന്ന പേരെന്താ? അത് നമ്മൾ പറയുന്ന പേര് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്നാണ്. അപ്പൊ ഇവിടെ നോക്കൂ, ഇതില് ഐഡന്റിഫൈ ABC എന്നാ പറയുന്നത്. നോക്കൂ, A എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സ്ട്രാൻഡ് ആണ്. ആദ്യത്തെ സ്ട്രാൻഡ് നിങ്ങൾ നോക്കിയാൽ കാണാം കണ്ടിന്യൂസ് ആയിട്ട് 5' to 3' സിന്തസൈസ് ചെയ്യുന്നു. മറ്റേത് ഡിസ്കണ്ടിന്യൂസ് ആണ്, നോക്കിയാൽ കാണാം. പിന്നെ C എന്ന് പറഞ്ഞാൽ ടെംപ്ലേറ്റ് ആണ്, പാരന്റ് സ്ട്രാൻഡ് ആണ്. അടുത്തത് A എന്ന് പറഞ്ഞാൽ ലീഡിങ് സ്ട്രാൻഡ് ആണ്, ലീഡിങ് ആണ്. ലാഗിങ് ആണ് B, കർഷങ്ങളാവുന്നു. C എന്ന് പറഞ്ഞാൽ പാരന്റലാണ്, അതും ശരിയാണ്. ഇനി A എന്ന് പറഞ്ഞാൽ 5' to 3' ഡയറക്ഷൻ ആണ്, സംശയമില്ല. B എന്ന് പറഞ്ഞാൽ 3' to 5'. ഇവിടെയാണ് നിങ്ങളെ കൺഫ്യൂഷൻ വരിക. ഇവിടെ കൺഫ്യൂഷൻ ആവശ്യമില്ല. B സ്ട്രാൻഡ് എപ്പോഴും 3 to 5 ആയിരിക്കും. കാരണം അതിന്റെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കണം, ഇതിന്റെ പൊളാരിറ്റി, അതായത് സിന്തസിസിന്റെ പൊളാരിറ്റിയാണ് 5' to 3'. ഈ സിന്തസൈസ് എപ്പോഴും 5 to 3 നടക്കുള്ളൂ. കാരണം ആ പോളിമറൈസ് ആ സ്റ്റൈലിൽ മാത്രം 5' to 3' പ്രൊമോട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് സിന്തസിസ് നടക്കുന്നത് 5' to 3' ആണ്. പക്ഷേ ഇപ്പുറത്തുള്ള 5' to 3' കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു സ്ട്രാൻഡ് ആയിരിക്കണം ഈ സിന്തസിസിന് ശേഷം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഒരു സൈഡ് 5 to 3 ആണെങ്കിൽ അടുത്ത സ്ട്രാൻഡ് 3 to 5 ആയിരിക്കണം. അപ്പൊ സ്ട്രാൻഡിന്റെ പൊളാരിറ്റി 3 to 5 ആണ്, പക്ഷെ സിന്തസിസിന്റെ പൊളാരിറ്റി എന്താ വരിക? 5 to 3 ആണ് മനസ്സിലാവും. അപ്പൊ അത് ശരിയാണ്, C പാരന്റൽ. സോ ഓൾ ഓഫ് ദിസ് ചെറിയൊരു കൺഫ്യൂഷൻ ഇവിടെ വരും. ഓപ്ഷൻ തെറ്റിയാണ് സംശയിക്കും, ഓപ്ഷൻ തെറ്റിയതല്ല. സിന്തസിസ് 5 to 3 ആണ്, അതാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. പക്ഷെ ആ സ്ട്രാൻഡ് ഉണ്ടായി വരുമ്പോൾ ഈ ആദ്യത്തെ സ്ട്രാൻഡിന് കോംപ്ലിമെന്ററി ആവുമ്പോൾ ആദ്യത്തേത് 5 to 3 ആവുമ്പോൾ ഇത് 3 to 5 ആയിരിക്കും. അത് ശരിയാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 14 is the right answer.
ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കൂ. ഡ്യൂറിംഗ് DNA replication, ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് ആർ യൂസ്ഡ് ടു ഇലോങ്ങേറ്റ്. റെപ്ലിക്കേഷൻ സമയത്ത് ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്? ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് പറഞ്ഞാൽ ഈ കഷ്ണങ്ങളെ നമ്മൾ പറയാ. ഈ കഷ്ണങ്ങൾ എന്താണ്, എവിടെയാ? ലീഡിംഗ് ആണോ? ലീഡിംഗ് സ്ട്രാൻഡ് അല്ല, ലാഗിംഗ് ആണ്. അതുകൊണ്ട് 2 or 4 ആണ്. ലീഡിംഗ് സ്ട്രാൻഡ് ആണ്. പക്ഷെ അത് എവിടേക്കാ പോകുന്നത്? ടുവേർഡ്സ് ദ റെപ്ലിക്കേഷൻ ഫോർക്ക് ആണോ? ഇങ്ങോട്ടല്ലല്ലോ പോകുന്നത്. ഇതല്ലേ റെപ്ലിക്കേഷൻ ഫോർക്ക്? അവിടുന്ന് പുറത്തേക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയാം? എവേ ഫ്രം റെപ്ലിക്കേഷൻ ഫോർക്ക്. ഇപ്പൊ ലാഗിംഗ് സ്ട്രാൻഡ് ടുവേഴ്സ് റെപ്ലിക്കേഷൻ ഫോർക്ക് അല്ല, ലാഗിംഗ് സ്ട്രാൻഡ് എവേ. ലാഗിംഗ് സ്ട്രാൻഡിലാണ് ഉണ്ടാവുക, അത് അവിടുന്ന് പുറത്തേക്കാണ് പോകുന്നത്. സോ എവേ ഫ്രം റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന പോയിന്റ് ഓർമ്മിക്കുക. സോ ക്വസ്റ്റ്യൻ നമ്പർ 15 4 is the right answer. ഇനി അടുത്തത് നമുക്കറിയാം, ഈ ഒരു റെപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ, DNA-യിൽ നിന്ന് DNA ഉണ്ടാവണമെങ്കിൽ സബ്സ്ട്രാക്റ്റും വേണം, എനർജിയും വേണം. ആരാണ് ഇത് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് ആണ്. ഇത് ന്യൂക്ലിയോടൈഡ് അല്ല കേട്ടോ, ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ആണ്, ന്യൂക്ലിയോടൈഡ് അല്ല. ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് ആണ്. ഈ ന്യൂക്ലിയോസൈഡിന്റെ മുകളിൽ 3 ഫോസ്ഫേറ്റ് ഉണ്ട്, അതാണ് ട്രൈ എന്ന് പറയാ. അതിൽ 2 ട്രൈഫോസ്ഫേറ്റിനെ ടെർമിനൽ ഫോസ്ഫേറ്റ് പുറത്തേക്ക് കൊടുക്കും. ആ കൊടുക്കുന്നത് എനർജിയാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്ന ATP അഡനോസിൻ ട്രൈഫോസ്ഫേറ്റ്, അത് ഇതിൽ വരുന്നതാണ്. ആ ATPയിലുള്ള 2 പീനെ, ടെർമിനൽ ഫോസ്ഫേറ്റിനെ അത് റിമൂവ് ചെയ്ത് എനർജിയായി കൊടുക്കും. അപ്പോഴാണ് ബാക്കി വരുന്ന 1 ഫോസ്ഫേറ്റ്, ആ ഫോസ്ഫേറ്റ് ആണ് ന്യൂക്ലിയോസൈഡുമായി കൂടി ചേർന്ന്, അതായത് അഡനോസിൻ മോണോഫോസ്ഫേറ്റ് അല്ലെ, ആ ഒരു അതിലുള്ള 1 ഫോസ്ഫേറ്റ് ആണ് ന്യൂക്ലിയോസൈഡുമായി കൂടി ചേർന്ന് എന്താവുന്നത്? ന്യൂക്ലിയോടൈഡ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ 2 കാര്യങ്ങളാണ് അഡനോസ് ഈ പറഞ്ഞ ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് ചെയ്യുന്നത്. ഒന്നത് എനർജി കൊടുക്കുന്നു 2 ഫോസ്ഫേറ്റ് രൂപത്തിൽ, പിന്നെ അത് ഫോസ്ഫേറ്റിനെ കൊടുത്ത് ന്യൂക്ലിയോടൈഡ് ആയ സബ്സ്ട്രേറ്റ് ആവുന്നു. അപ്പോൾ എന്താ വരിക? ആക്ട് ആസ് എ സബ്സ്ട്രേറ്റ്. ഇത് ശരിയാണ്, പക്ഷേ ഡിക്രീസ് ദ റിയാക്ഷൻ റേറ്റ് അല്ല. ഇറ്റ് പ്രൊവൈഡ് എനർജി ആൻഡ് ആക്ട് ആസ് എ സബ്സ്ട്രേറ്റ്. സബ്സ്ട്രാക്റ്റുമാണ്, എനർജിയും കൊടുക്കുന്നു. ഡിക്രീസ് റിയാക്ഷൻ അല്ല, സിന്തസിസ് RNA പ്രൈമർ അല്ല. സോ 2 is the right answer for question number 16. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17. നമ്മുടെ ഒരു DNA-യിൽ നിന്ന് RNA ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാം. ആ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ 3 കാര്യങ്ങളുണ്ട്. ഒരു പ്രൊമോട്ടർ ഉണ്ട്, ഒരു സ്ട്രക്ചറൽ ജീൻ ഉണ്ട്, ഒരു ടെർമിനേറ്റർ ഉണ്ട്. ഇവിടെ RNA പോളിമറൈസ് അറ്റാച്ച് ചെയ്യുന്നത് പ്രൊമോട്ടറിലാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന ഇനീസിയേഷൻ പ്രൊമോട്ടറാണ്. ഇലോങ്ങേഷൻ എവിടെയാണ് നടക്കുന്നത്? സ്ട്രക്ചറൽ ജീനിലാണ്. ടെർമിനേഷൻ നടക്കുന്നത് എവിടെയാണ്? ടെർമിനേറ്റർ സൈറ്റിലാണ്. ഇപ്പോൾ സിഗ്മ ഫാക്ടർ എന്ന ഇനീസിയേഷൻ ഫാക്ടർ അറ്റാച്ച് ചെയ്യുന്ന പ്രൊമോട്ടറിലാണ്. റോ ഫാക്ടർ എന്ന ടെർമിനേഷൻ ഫാക്ടർ അറ്റാച്ച് ചെയ്യുന്നത് ടെർമിനേറ്റർ ആണ്. ഇപ്പൊ നമ്മളിവിടെ ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ നിങ്ങളൊരു ഈ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പഠിക്കുമ്പോൾ ഇത് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ 3' to 5' ഉണ്ട്, 5' to 3' ഉണ്ട്. ഇതിനെയാണ് നമ്മൾ പറയുന്ന പേര് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഓർ പാരന്റ് സ്റ്റാൻഡ് എന്നാണ്. ഇതൊന്നും കോഡ് ചെയ്യുന്നില്ലെങ്കിലും പറയുന്ന പേര് കോഡിംഗ് സ്റ്റാൻഡ് ആണ്. ഇപ്പൊ ടെംപ്ലേറ്റ് സ്റ്റാൻഡിന്റെ പൊളാരിറ്റി തന്നിട്ടുണ്ട്, കോഡിംഗ് സ്റ്റാൻഡിന്റെ പൊളാരിറ്റി തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് അതിൽ RNA ആണ് ചോദിച്ചത്. ഇതിന്നുണ്ടാവുന്ന RNA എങ്ങനെ എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്നാണ് കണ്ടെത്തുന്നതെങ്കിൽ, ഇതിപ്പോൾ 2ലും ഉണ്ട്, ഏത് വേണം എടുക്കാം. ടെംപ്ലേറ്റ് സ്റ്റാൻഡ് മാത്രമാണ് തരുന്നതെങ്കിൽ അതിന്റെ കോംപ്ലിമെന്ററി എടുത്തിട്ട് നമ്മൾ T ഒഴിവാക്കണം. എന്നാൽ ടെംപ്ലേറ്റ് സ്റ്റാൻഡിന് പകരം കോഡിംഗ് സ്റ്റാൻഡിൽ നിന്നാണ് നിങ്ങൾ ഈ mRNA കാണുന്നതെങ്കിൽ അതേപോലെ കോപ്പി ചെയ്ത് അതിലുള്ള T ഒഴിവാക്കി U ആക്കിയാൽ മതി. അപ്പൊ പൊളാരിറ്റി പോലും സെയിം ആണ്, 5 to 3. അപ്പൊ കോഡിംഗ് സ്റ്റാൻഡ് എന്ന് എടുക്കാം. അപ്പൊ 5 to 3 എന്നുള്ള ഓപ്ഷൻ ഇതിൽ ഏതോ ഒന്നാണ്. ഇനി അടുത്തത്, ഇതിൽ Tക്ക് പകരം UI, Tക്ക് പകരം UI, AC മാറ്റമില്ല, അതവിടെ മാത്രം. Tക്ക് പകരം UI, ഈ Tക്ക് പകരം UI, ഈ Tക്ക് പകരം UI, ഈ Tക്ക് പകരം UI, ബാക്കി ഒന്നുമില്ല, സെയിം ആണ്. അപ്പോൾ ഉത്തരം 2 ആണ്. അതേ സമയത്ത് എന്തുകൊണ്ട് ഇവിടെ വന്നില്ല, 5 വന്നില്ല എന്ന് മനസ്സിലായില്ലേ? ഇവിടെ ആദ്യം A അല്ല വരേണ്ടത്, U ആണ് വരേണ്ടത്. Tയുടെ കോംപ്ലിമെന്ററി ആണ് A എന്ന് പറയുന്നത്, കോംപ്ലിമെന്ററി അല്ല വരേണ്ടത്. കോഡിംഗ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിൽ കോംപ്ലിമെന്ററി എടുക്കരുത്, വെറുതെ T ഒഴിവാക്കി U ആക്കിയാൽ മതി, പൊളാരിറ്റി പോലും മാറ്റരുത്. എന്നാൽ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്നാണ് എടുക്കുന്നതെങ്കിൽ കോംപ്ലിമെന്ററി എടുക്കണം, പൊളാരിറ്റി മാറ്റണം, എന്നിട്ട് T ഒഴിവാക്കണം. ഓക്കെ, സോ 2 is the right answer here. ഇനി നോക്കൂ ഇവിടുത്തെ ചോദ്യം, ചൂസ് ദ ഇൻകറക്റ്റ് പെയർ. പ്രൊമോട്ടർ, ഇത് എപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്.
നമ്മളെ പ്രൊമോട്ടർ എവിടെയാണ് അറ്റാച്ച് ചെയ്യുക, റിപ്രസർ എവിടെയാണ് അറ്റാച്ച് ചെയ്യുക, നമ്മൾ ലാസ്റ്റിലേക്ക് വരാനുണ്ട്. പ്രൊമോട്ടർ എന്ന് പറയുന്നത് എന്താ, ബൈൻഡിങ് സൈറ്റ് ഫോർ RNA പോളിമറൈസ് ആണ്. RNA പോളിമറൈസ് അറ്റാച്ച് ചെയ്യുന്നത് ഈ ഒരു പ്രൊമോട്ടർ സൈറ്റിലാണ്. അത് ശരിയാണ്. ടെർമിനേറ്റർ എൻഡ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് ടെർമിനേറ്ററിലാണ്. അതും ശരിയാണ്. സിസ്ട്രോൺ സെഗ്മെന്റ് ഓഫ് DNA കോഡിംഗ് ഫോർ ഇത് RNA അല്ല. സിസ്ട്രോൺ എന്ന് പറഞ്ഞാൽ എ സെഗ്മെന്റ് ഓഫ് DNA ആണ്. മനസ്സിലായില്ലേ? DNA ഒരു സെഗ്മെന്റ് ആണ് നമ്മൾ പറയുന്ന സിസ്റ്റം. അപ്പൊ അത് തെറ്റാണ്. പിന്നെ റെഗുലേറ്ററി ജീൻ ഡു നോട്ട് കോഡ് ഫോർ എനി RNA ഓർ പ്രോട്ടീൻ. ആ റെഗുലേറ്ററി ജീൻ അത് റെഗുലേറ്റ് ചെയ്യുന്നതാണ്, അതൊരു പ്രോട്ടീനെയോ RNA ഉണ്ടാക്കുന്നതല്ല. അത് ശരിയാണ്. അപ്പൊ അതിൽ തെറ്റുള്ള ക്വസ്റ്റ്യൻ നമ്പർ 18 3 is the right answer. അത് സെഗ്മെന്റ് ഓഫ് DNA ആണ് നമ്മൾ സിസ്ട്രോൺ എന്ന് പറയാം. അത് ഒറ്റ സിസ്ട്രോൺ ഉള്ളെങ്കിൽ നമ്മൾ അതിനെ മോണോസിസ്ട്രോണിക് എന്ന് പറയും. അത് യൂക്കാരിയോട്ടിന്റെ സ്വഭാവമാണ്. ഒന്നിൽ കൂടുതൽ സിസ്ട്രോണുകൾ ഉണ്ടെങ്കിൽ പോളിസിസ്ട്രോണിക് എന്ന് പറയും. അത് പ്രോകാരിയോട്ടിന്റെ സ്വഭാവമാണ്. മറന്നുപോകരുത്. ക്വസ്റ്റ്യൻ നമ്പർ 19 വാട്ട് ഹാപ്പൻ. നമ്മളറിയാം സാധാരണ നിങ്ങൾ ഈ ഒരു എന്തിന്റെ ഫലമായിട്ട്, ട്രാൻസ്ക്രിപ്ഷന്റെ ഫലമായിട്ട് ആദ്യം ഉണ്ടാവുന്നത് എന്താ? നമ്മൾ ട്രാൻസ്ക്രിപ്ഷന്റെ ഫലമായിട്ട് DNA നിന്ന് RNA ഉണ്ടാവുന്ന പഠിച്ചത്. നമ്മൾ സാധാരണയായിട്ട് പഠിച്ചത് DNA to mRNA. ഇതാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ സത്യത്തിൽ DNA നിന്ന് RNA അല്ല ആദ്യം ഉണ്ടാവുന്നത്. hnRNA എന്ന് പറയുന്ന ഒരു ഇമ്മച്വർ RNA ആണ് ഉണ്ടാവുന്നത്, നോൺ ഫങ്ഷൻ. അതിൽ നിന്നാണ് എന്തുണ്ടാവുക, മെസഞ്ചർ RNA ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തു പറയുക, പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ എന്ന് പറയാം. ട്രാൻസ്ക്രിപ്ഷന് ശേഷമുള്ള മോഡിഫിക്കേഷൻ അത് 3 എണ്ണമാണ്. അത് ക്യാപ്പിംഗ് ഉണ്ട്, ടെയിലിംഗ് ഉണ്ട്, സ്പ്ലൈസിംഗ് ഉണ്ട്. മറന്നു പോകരുത്. ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ തല, തൊപ്പി. ഓർമ്മിക്കുക, തൊപ്പി ഇടുന്നത് തലയിലാണ്. 5' എൻഡില് ഒറ്റ മീഥൈൽ GTP, മീഥൈൽ ഗുവനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഒരെണ്ണം 5' എൻഡിൽ ആഡ് ചെയ്യുന്നതാണ് ക്യാപ്പിംഗ് എന്ന് പറയുക. എന്നാൽ ടെയിലിംഗ്, വാല്, അത് 3' എൻഡ് ആണ്. അവിടെ 200 മുതൽ 300 അഡിനിലേറ്റ് റെസിഡ്യൂ ആഡ് ചെയ്യുന്നതാണ് 3' എൻഡില്. അപ്പോ അതുകൊണ്ടാണ് പോളി അഡിനിലേഷൻ, പോളി എ ടെയിൽ എന്നൊക്കെ പറയുക. ഒറ്റ ഒന്നാണ് 5' എൻഡിൽ ആഡ് ചെയ്യുന്നത്, മീഥൈൽ GTP, അത് ക്യാപ്പിംഗ് ആണ്. 200-300 അഡിനിലേറ്റ് റെസിഡ്യൂ ആഡ് ചെയ്യുന്നത് 3' എൻഡിലാണ്, ടെയിലിംഗ് ആണ്. ഇത് രണ്ടും കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഉണ്ട്. കാരണം ഇൻട്രോണും എക്സോണും നമ്മുടെ ജീന് സ്പ്ലിറ്റ് ജീനാണ്. ആ സ്പ്ലിറ്റ് ജീനകത്ത് കോഡിംഗ് സീക്വൻസ് ആയ എക്സോണും ഉണ്ട്, നോൺ കോഡിംഗ് സീക്വൻസ് ആയ ഇൻട്രോണും ഉണ്ട്. അതിൽ ഈ ഒരു എക്സോണിനെ നിലനിർത്തിക്കൊണ്ട് ഇൻട്രോണിനെ റിമൂവ് ചെയ്യണം. നോൺ കോഡിംഗ് സീക്വൻസ് ആയ ഇൻട്രോണിനെ റിമൂവ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ സ്പ്ലൈസിംഗ് എന്ന് പറയുക. അപ്പോൾ ഇൻട്രോണിനെ റിമൂവ് ചെയ്ത് എക്സോണിനെ അടുപ്പിച്ച് അതിനെ ലിഗേസ് ഉപയോഗിച്ച് ഒട്ടിക്കുന്ന പ്രോസസ്സാണ് സ്പ്ലൈസിംഗ്. അപ്പൊ ആ ഒരു ഇൻട്രോൺ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്പ്ലൈസിംഗ്. ഇതുകൂടെ ഉണ്ട്. നമ്മളെ ചോദ്യം എന്താ, വാട്ട് ഹാപ്പൻഡ് ഇൻ ദ ടെയിലിംഗ് പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷന്റെ ടെയിലിംഗ് പ്രോസസ്സിൽ എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞു അഡിനിലേറ്റ് റെസിഡ്യൂ അല്ലെ ആഡഡ് ഇൻ ദ 5' എൻഡ് ആണോ? അഡിനിലേറ്റ് റെസിഡ്യൂ ആഡ് ചെയ്യുന്നത് 5' എൻഡിൽ അല്ല. നമുക്കറിയാം അത് തെറ്റാണ്. 3' എൻഡിലാണ് ആഡ് ചെയ്യേണ്ടത് അല്ലെ. അപ്പോൾ അത് തെറ്റാണ്. പിന്നെ അഡിനിലേറ്റ് റെസിഡ്യൂ ആഡ് ഇൻ ദ 3' എൻഡ്, അത് ശരിയാണ്. ഗുനിലേറ്റ് റെസിഡ്യൂ അല്ല, അഡിനിലേറ്റ് റെസിഡ്യൂ ആണ്. അഡിനാണ് ആഡ് ചെയ്യുന്നത്. ടെംപ്ലേറ്റ് ഇൻഡിപെൻഡന്റ് മാനർ എന്നുള്ള കാര്യം കൂടെ കൃത്യമായിട്ട് ഓർമ്മിക്കാൻ. ഡിപെൻഡന്റ് മാനറിലല്ല. അപ്പോ 2 is the right answer for question number 19. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 20 അപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 20 എടുക്കാം നമുക്ക്. ഇൻ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് യൂക്കാരിയോട്ട് ദ RNA പോളിമറൈസ് 1. നമുക്കറിയാം ഈ പ്രോകാരിയോട്സിലാണെങ്കിൽ ആകെ ഒരൊറ്റ RNA പോളിമറൈസ് 1 മതി, അല്ല RNA പോളിമറൈസ് ഒറ്റ മതി. എന്നാൽ യൂക്കാരിയോട്സിലുള്ള 2 കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഒന്ന് 3 RNA പോളിമറൈസ് ഉണ്ട്. RNA പോളിമറൈസ് 1 ഉണ്ട്, RNA പോളിമറൈസ് 2 ഉണ്ട്, RNA പോളിമറൈസ് 3 ഉണ്ട്. അത് പ്രശ്നമുണ്ട്. അതുപോലെ സ്പ്ലിറ്റ് ജീനാണ്, എക്സോണും ഇൻട്രോണും ഉണ്ട്. എന്നാൽ പ്രോകാരിയോട്സിൽ സ്പ്ലിറ്റ് ജീൻ അല്ല, എന്നാൽ ഇൻട്രോൺസ് ഇല്ല. അപ്പൊ ഇതിൽ നമ്മളെ ചോദിച്ചിരിക്കുന്നത് പോളിമറൈസ് 1 ആണ്. യൂക്കാരിയോട്സിൽ RNA പോളിമറൈസ് 1 എന്തിനാണ് ട്രാൻസ്ക്രൈബ് ചെയ്യുക? RNA പോളിമറൈസ് 1 rRNA ആണ്, റൈബോസോമൽ RNA. RNA പോളിമറൈസ് 2 എന്ന് പറയുന്നത് hnRNA, പ്രിക്കേഴ്സർ ഓഫ് mRNA, mRNAയുടെ മുൻപുള്ള രൂപം. പിന്നെ അതേപോലെ തന്നെ പോളിമറൈസ് 3, RNA പോളിമറൈസ് 3 ആണ്
നമ്മുടെ tRNA ഉണ്ടാക്കുന്നത്. RNA polymerase 1 റൈബോസോമൽ RNA, RNA polymerase 2 hnRNA precursor of mRNA, RNA polymerase 3 tRNA. ഇപ്പൊ 1 എന്ന് പറയുമ്പോൾ mRNA അല്ല, അത് 2 ആണ്. tRNA അല്ല, അത് 3 ആണ്. റൈബോസോമൽ RNA ആണ്. precursor of mRNA അല്ല, അത് 2 ആണ്. So 3 is the right answer for question number 20. Question number 21. From the following, നമുക്ക് ഏകദേശം ഒരു 15 മിനിറ്റ് കൂടെ നമുക്ക് പറഞ്ഞിട്ട് ഈ ടോപ്പിക് തീർക്കണം. കാരണം ഒരു മണിക്കൂറിലപ്പുറം നമ്മൾ ഈ വീഡിയോ നീളാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. From the following, identify the correct combination of salient features of genetic code. ജെനറ്റിക് കോഡിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് പഠിക്കുന്നതിന് മുമ്പേ ജെനറ്റിക് കോഡുമായി ബന്ധപ്പെട്ട സയന്റിസ്റ്റുകൾ ആരൊക്കെയാണ് നിങ്ങൾ പഠിക്കുക. ആരൊക്കെയാണത്? ഒന്ന് നിങ്ങൾ പഠിക്കുന്നത് ജോർജ് ഗാമോ ആണ്. അദ്ദേഹമാണ് ട്രിപ്ലറ്റ് ആണ്, കോഡ് ട്രിപ്ലറ്റ് ആണെന്ന് പറഞ്ഞത് ആരാണ്? ജോർജ് ഗാമോ ആണ്. 3 നൈട്രജൻ ബേസുകൾ ഉണ്ടെന്ന് പറഞ്ഞത് ജോർജ് ഗാമോ ആണ്. രണ്ടാമത്തത് ഈ കോപോളിമർ ഹോമോപോളിമർ ഉപയോഗിച്ച് കൃത്രിമമായിട്ട് ജീൻ ഉണ്ടാക്കിയത് ഹർഗോബിന്ദു ഖൊറാനയാണ്. അതുപോലെ നമ്മുടെ സെൽ ഫ്രീ സിസ്റ്റത്തിൽ പ്രോട്ടീൻ സിന്തസിസ് നടത്തിയത് മാർഷൽ നിരൻബർഗ് ആണ്. ഈ സയന്റിസ്റ്റ് ഒക്കെ അതുപോലെ സെവറോ ഒച്ചോവ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ്, അദ്ദേഹത്തിന്റെ ബഹുമാനം ഒരു പേരിന് ഒരു എൻസൈം ഉണ്ട്. അത് RNA കൃത്രിമമായി RNA ഉണ്ടാക്കുന്നത് എന്തുപയോഗിച്ചിട്ട്? ഇൻഡിപെൻഡന്റ് എൻസൈമാറ്റിക് ആണ്, അല്ലാതെ ഡിപ്പെൻഡന്റ് മാനർ അല്ല. അവിടെ എന്താണ്? ഇൻഡിപെൻഡന്റ് മാനറിലായിട്ട് എൻസൈമാറ്റിക് സിന്തസിസ് ഓഫ് RNA ഉണ്ടാക്കി. ആ ഒരു എൻസൈം ഒച്ചോവ എൻസൈം എന്ന്. അപ്പൊ ഈ 4 സയന്റിസ്റ്റിന്റെ പേരുകൾ നിങ്ങൾ മറന്നു പോകരുത്. നമ്മൾ വാട്ട് ആർ ദ സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ജെനറ്റിക് കോഡ്? ജെനറ്റിക് കോഡിന്റെ 4 സാലിയന്റ് ഫീച്ചേഴ്സ് അല്ല 4-5 എണ്ണം എന്തൊക്കെയാണ്? ഒന്നാമത് ട്രിപ്ലറ്റ് ആണ് അല്ലെ. രണ്ടാമത്തത് അത് ഓൾമോസ്റ്റ് യൂണിവേഴ്സൽ ആണ്. ഒരു ഉറുമ്പ് മുതല് ഏകദേശം തിമിംഗലം വരെയുള്ള ജീവികളും എല്ലാ ഏരിയയിലും ഇപ്പൊ യു എന്ന് പറഞ്ഞാൽ അത് ഫിനൈൽ അലൈൻ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അത് നിയർലി, ചില എക്സംഷൻ ഉണ്ട്, അതുകൊണ്ടാ യൂണിവേഴ്സൽ അല്ല, നിയർലി യൂണിവേഴ്സൽ ആണ്. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തത് ഡീജനറേറ്റ് ആണ്. ഡീജനറേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 61 കോഡുകൾ അമിനോ ആസിഡ് 20 അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അമിനോ ആസിഡിന് ഒന്നിൽ കൂടുതൽ കോഡ് ഉറപ്പാണ്. അതാണ് നമ്മൾ പറയുന്ന ഡീജനറേറ്റ്. 1 അമിനോ ആസിഡ് ക്യാൻ ബി കോഡഡ് ബൈ മോർ ദാൻ 1 കോഡ്. ഇപ്പോ 2 അമിനോ ആസിഡ് വെച്ച് ബാക്കിയൊക്കെ ഡീജനറേറ്റ് ആണ്. ഓക്കെ, അതായത് മെത്തിയോണിനും ട്രിപ്റ്റോഫിനും വെച്ച് ബാക്കി മുഴുവൻ ഡീജനറേറ്റ് ആണ്, ഒന്നിൽ കൂടുതൽ കോഡുകൾ ഉണ്ട്. പിന്നെ അടുത്ത പോയിന്റ് കോമ ലെസ് ആണ്, അതായത് പങ്ക്ച്വേഷൻ ലെസ് ആണ്. എവിടെയും നമ്മൾ നിർത്താനൊന്നും പാടില്ല, അതിനുശേഷമുള്ളത് മുഴുവൻ തെറ്റിപ്പോകും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് നമ്മൾ പറഞ്ഞാൽ AUG ഹാസ് ഡുവൽ ഫംഗ്ഷൻ. AUGക്ക് ഡുവൽ ഫംഗ്ഷൻ ഉണ്ട്. അത് എന്താണ്? സ്റ്റാർട്ടർ കോഡോണുമാണ്, കോഡ് ഫോർ മെത്തിയോണിനുമാണ്. അതുപോലെ 3 കോഡുകൾ കോഡ് ഫോർ നത്തിങ് ആണ്, അവരെ സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയും. UAA, UAG, UGA, ഇത് 3. അപ്പോ ഈ ഒരു കാര്യം കൂടെ പഠിക്കുക. ഇതിന്റെ കൂടെ നമ്മൾ പഴയ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു അനാംബിഗസ്. ആ പോയിന്റ് കൂടെ ഒന്ന് ഓർമ്മിക്കണം. അനാംബിഗസ് എന്ന് പറഞ്ഞാൽ, നോൺ ആംബിഗസ് എന്ന് പറഞ്ഞാൽ ഒരു കോഡ് കൊണ്ട് ഒരു അമിനോ ആസിഡിനെ മാത്രമേ കാണൂ. ഒരു അമിനോ ആസിഡിന് ഒന്നിൽ കൂടുതൽ കോഡ് ഉണ്ടാവാം, പക്ഷെ ഒരു കോഡ് കൊണ്ട് ഒരു അമിനോ ആസിഡിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതിനെയാണ് അൺആംബിഗസ് ഓർ നോൺ ആംബിഗസ് എന്ന് പറയുക. അപ്പോൾ യൂണിവേഴ്സൽ എന്നുള്ളത് എന്താ? നിയർലി യൂണിവേഴ്സൽ ആണ്. യൂണിവേഴ്സൽ എന്നുള്ള തെറ്റാണ്. നോൺ ആംബിഗസ് ആണ്, ഓവർലാപ്പിംഗ് അല്ല. ഡീജനറേറ്റ് ആണ്, ഓവർലാപ്പിംഗ് അല്ല, കോമാലെസ് ആണ്. യൂണിവേഴ്സൽ ആണ്. ആ യൂണിവേഴ്സൽ നിയർലി എന്നുള്ള വാക്കാണ്, അതുകൊണ്ട് ഞാൻ തെറ്റിടുന്നു. ആംബിഗസ് അല്ല, ഡീജനറേറ്റ് ആണ്. അപ്പോൾ ഡീജനറേറ്റ് ആണ്, നോൺ ഓവർലാപ്പിംഗ് ആണ്, നോൺ ആംബിഗസ് ഓർ അൺആംബിഗസ് ആണ്. സോ 4 is the right answer. വളരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ്, ശ്രദ്ധിക്കുക. അടുത്തത് നോക്കൂ. അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ വിൽ ദർ ബി നോ ചേഞ്ച് ഇൻ ദ റീഡിംഗ് ഫ്രെയിം ഓഫ് ഫോളോയിങ്? ഇത് നമ്മളെ മ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ ആണ്. എന്താണ് ഈ മ്യൂട്ടേഷനിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ നോക്കുക. അതായത് ഇവിടെ ഈ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ 1, 2, 3 ന്യൂക്ലിയോടൈഡുകൾ ആഡ് ചെയ്താലും അത് ഡിലീറ്റ് ചെയ്താലും അതിന്റെ റീഡിംഗ് ഫ്രെയിം തെറ്റും. പക്ഷെ 1ഉം 2ഉം ആഡ് ചെയ്താലാണ് തെറ്റ് വരിക. മൂന്നാമത്തത് 3 എണ്ണം ആഡ് ചെയ്താലോ അതിന്റെ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്താലോ 3 എണ്ണോ അതിന്റെ മൾട്ടിപ്പിൾസോ ഡിലീറ്റ് ചെയ്താലോ റീഡിംഗ് ഫ്രെയിം തെറ്റൂല, പക്ഷെ മ്യൂട്ടേഷൻ ഉണ്ടാവും. അപ്പൊ നമ്മളെ ചോദ്യം, ഇവിടെ ഈ തന്നിരിക്കുന്ന ഈ ഒരു ചെയിനിനകത്ത് എന്ത് സംഭവിച്ചാൽ റീഡിംഗ് ഫ്രെയിം തെറ്റൂല എന്നാണ് ചോദ്യം. റീഡിംഗ് ഫ്രെയിം തെറ്റാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അപ്പൊ നമ്മൾ പറയണ ഒന്നുകിൽ മ്യൂട്ടേഷൻ സംഭവിക്കരുത്,
അല്ലെങ്കിൽ എന്തായിരിക്കണം, 3 അതിന്റെ മൾട്ടിപ്പിൾസോ ആഡ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ. അപ്പോ ഡിലീഷൻ ഓഫ് ജി ഫ്രം 5th പൊസിഷൻ പോരല്ലോ, ഒറ്റ ഒന്ന് പോരാ. ഇൻസർഷൻ ഓഫ് എ ആൻഡ് ജി 2 ആയിട്ടുള്ളൂ. ഡിലീഷൻ ഓഫ് ജി 3 ഫ്രം 7th 8th 9th. അപ്പൊ 3 ഡിലീറ്റ് ചെയ്യുക, 3 ആഡ് ചെയ്യുക. റീഡിംഗ് ഫ്രെയിമിന് ഒരു മാറ്റവും സംഭവിക്കില്ല. ജി ദ 5th പൊസിഷൻ ആഡ് ചെയ്താൽ 1 2 ആഡ് ചെയ്താലും ഡിലീറ്റ് ചെയ്താലും പ്രശ്നമാണ്. 3 അതിന്റെ മൾട്ടിപ്പിൾസോ ആഡ് ചെയ്താലും ഡിലീറ്റ് ചെയ്താലും റീഡിംഗ് ഫ്രെയിം തെറ്റൂല. ഇത് മ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 22 is the right answer. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 23 അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് നോക്കൂ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 999 ബേസസ് ഉണ്ട്. 999 ബേസസ് എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? 333 അമിനോ ആസിഡുകൾ ഉണ്ടാവും. ഒരു അമിനോ ആസിഡിൽ 3 നൈട്രജൻ ബേസ് അല്ലേ? അപ്പൊ 999 എന്ന് പറയുമ്പോൾ 333 അമിനോ ആസിഡ് ഉണ്ടാവും. അതിൽ 901 പൊസിഷൻ വരെ 900 വരെ കറക്റ്റ് ആണ്. 901ലാണ് ഡിലേഷൻ സംഭവിച്ചത്. അപ്പൊ 900 വരെ കറക്റ്റ് എന്ന് പറയുമ്പോൾ എത്ര എണ്ണം കറക്റ്റ് ആയിരിക്കും? 900 വരെ കറക്റ്റ് എന്ന് പറയുമ്പോൾ 300 അമിനോ ആസിഡ് കറക്റ്റ് ആയിരിക്കും. 901ലാണ് പ്രശ്നമുള്ളത്. അപ്പോൾ 901 മുതൽ അങ്ങോട്ടുള്ള മുഴുവൻ തെറ്റിപ്പോകും. അപ്പോൾ എന്തായിരിക്കും വരിക? ഇൻകറക്റ്റ് കോമ്പിനേഷൻ ഉള്ളത് 33 എണ്ണത്തിലായിരിക്കും. മനസ്സിലായല്ലോ? 900 വരെ കറക്റ്റ് ആണ് പറയുന്നത്. അപ്പോൾ 900 ഡിവൈഡ് ബൈ 3 300 എണ്ണം കറക്റ്റ് ആണ്. ബാക്കിയുള്ള 901ലാണ് ഈ ഡിലീഷൻ സംഭവിച്ചത്, മ്യൂട്ടേഷൻ സംഭവിച്ചത്. അപ്പോൾ അതിനുശേഷമുള്ള 33 എണ്ണവും തെറ്റിപ്പോവും. അല്ലാതെ അത് മാത്രമല്ല തെറ്റുക. സോ 33 is the right answer. Question number 23 is the right answer. Question number 24 നമുക്ക് ലാക് ഓപ്രോണുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്രോൺ കൺസെപ്റ്റ് നിങ്ങൾക്കറിയാം. ഇവിടെ കൃത്യമായി പഠിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ജീനുകൾ ഏതൊക്കെയാണ്? നമ്മളിവിടെ ഈ സെഡ് ജീൻ, വൈ ജീൻ, എ ജീൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമിന്റെ പേര് കൃത്യമായിട്ട് പഠിച്ചോളുക. സെഡ് ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബീറ്റാ ഗലാക്ടോസിഡേസ്. കണ്ടോ, എ എന്ന് പറയുന്ന സെഡ് ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇവിടുത്തെ എ എന്ന് പറയുന്ന ബീറ്റാ ഗലാക്ടോസൈഡ് ആണ്, സിഡേസ് ആണ്. ഗലാക്ടോസൈഡ് അല്ല, ബീറ്റാ ഗലാക്ടോസിഡേസ്. ഇപ്പൊ പെർമിയസ് അല്ല, 1 2 3 ആണ്. ഇനി അടുത്തത് വൈജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബി ആണെന്ന് പറയുമ്പോൾ അത് പെർമിയേസ് ആണ്, ട്രാൻസ് അസിറ്റിലേസ് അല്ല. അപ്പോൾ 1 2 ആണ് ഉത്തരം. ഇനി അടുത്തത് എ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രാൻസ് അസിറ്റിലേസ് ആണ്. അപ്പോ സെഡ് ജീൻ ബീറ്റാ ഗലാക്ടോസിഡേസ്. ബീറ്റാ ഗലാക്ടോസൈഡ് എന്ന് പറഞ്ഞാൽ ലാക്ടോസ് ആണ്, അതിൽ ആക്ടിൻ എൻസൈം ആണ് ബീറ്റാ ഗലാക്ടോസിഡേസ്. അത് സെഡ് ജീൻ ആണ്. വൈ ജീൻ പെർമിയേസ് ആണ്. പിന്നെ എ ജീൻ ട്രാൻസ് അസിറ്റിലേസ് ആണ്. ഇനി നോക്കൂ, ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡി ഇസ് ദ റിപ്രസർ ആണ്, ഇൻഡ്യൂസർ അല്ല. അതായത് ഈ പറഞ്ഞ ഐ ജീൻ, അതായത് നമ്മളെ ഇൻഹിബിറ്റർ ജീൻ, റിപ്രസർ ജീൻ ഓർ റെഗുലേറ്റർ ജീൻ, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മോളിക്യൂളിന്റെ പേരാണ് എന്ത്? റിപ്രസർ എന്ന് പറയാം. അപ്പൊ ഡി റിപ്രസർ ആണ്. ആ റിപ്രസറിനോട് അറ്റാച്ച് ചെയ്യുന്നത് ഇൻഡ്യൂസർ ആയ ലാക്ടോസ് ആണ്, ഓർ അലോ ലാക്ടോസ് ആണ്. അപ്പൊ ഇവിടെ ഉത്തരം 1 അല്ലേ? ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും നീറ്റ് നിങ്ങളെ തെറ്റിക്കുന്ന ഒരു ഭാഗമുണ്ട് മക്കളെ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നീറ്റ് എപ്പോഴും നിങ്ങളെ തെറ്റിപ്പിക്കുന്ന ഒരു ഭാഗം. അതായത് ഇവിടെ എപ്പോഴും ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഈ റിപ്രസർ എന്തുമായിട്ടാണ് അറ്റാച്ച് ചെയ്യുക, അതുപോലെ RNA പോളിമറൈസ് എവിടെയാണ് അറ്റാച്ച് ചെയ്യുക? അതൊന്ന് ഓർമ്മിക്കുക. RNA പോളിമറൈസ് അറ്റാച്ച് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ പ്രൊമോട്ടർ സൈറ്റിലായിരിക്കും. അതുപോലെ റിപ്രസർ അറ്റാച്ച് ചെയ്യുന്നത്, ആ റെഗുലേറ്ററി പ്രോട്ടീൻ റിപ്രസർ അറ്റാച്ച് ചെയ്യുന്നത് ഓപ്പറേറ്ററിലായിരിക്കും. അപ്പം RNA പോളിമറൈസ് എവിടെയാണ് അറ്റാച്ച് ചെയ്യുക? പ്രൊമോട്ടർ സൈറ്റിലാണ് അറ്റാച്ച് ചെയ്യുക. അത് RNA പോളിമറൈസ് പ്രൊമോട്ടർ സൈറ്റിലാണ്, റിപ്രസർ എപ്പോഴും ഓപ്പറേറ്റർ സൈറ്റിലാണ് അറ്റാച്ച് ചെയ്യുക. അത് മറന്നു പോകരുത്. ഇപ്രാവശ്യം വരാൻ സാധ്യതയുള്ളതാണ്, ശ്രദ്ധിച്ചോളാം. ക്വസ്റ്റ്യൻ നമ്പർ 24 പറഞ്ഞില്ലേ നമ്മള്? ക്വസ്റ്റ്യൻ നമ്പർ 25 നമുക്ക് 5 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 25, വൈ ഗ്ലൂക്കോസ് ആൻഡ് ഗലാക്ടോസ് കനോട്ട് ആക്ട് ആസ് എൻ ഇൻഡ്യൂസർ. നമുക്കറിയാം ഈ ഒരു ലാക് ഓപ്രോണില് ഒന്നുകിൽ ഗ്ലൂക്കോസ് ഒന്നുകിൽ ലാക്ടോസ് അല്ലെങ്കിൽ അലോ ലാക്ടോസ് മാത്രമാണ് ഇവിടുത്തെ ഇൻഡ്യൂസർ. ഗ്ലൂക്കോസും ഗലാക്ടോസും എന്തല്ല? ഇൻഡ്യൂസർ അല്ല. എന്തുകൊണ്ടാണ് ഗ്ലൂക്കോസിനും ഗലാക്ടോസിനും ഈ ഒരു സംവിധാനത്തിൽ എത്താൻ പറ്റാത്തത് എന്നൊരു ചോദ്യം. എന്തുകൊണ്ട് ഗ്ലൂക്കോസും ഗലാക്ടോസും ഈ ഒരു ഇൻഡ്യൂസറായി മാറുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ കണ്ട റിപ്രസറിനോട് അറ്റാച്ച് ചെയ്യാൻ ആർക്കേ പറ്റുള്ളൂ? ഈ ലാക്ടോസിനും അലോ ലാക്ടോസിനെ പറ്റുള്ളൂ. ഗ്ലൂക്കോസിനും അതേപോലെ ഗാലക്ടോസിനും റിപ്രസറുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദേ കനോട്ട് ബൈൻഡ് വിത്ത് റിപ്രസർ. അതാണ് ഉത്തരം.
മനസ്സിലാക്കുക, ഇതൊക്കെ ചോദിക്കുന്നതാണ്. ലാക് ഓപ്പറോൺ എന്ന് പറയുന്നത് ഇൻഡ്യൂസിബിൾ ഓപ്പറാണ്, ഇൻഡ്യൂസിബിൾ ഓപ്പറോൺ ആണ്, കാരണം ഇൻഡ്യൂസർ ആണ് അവിടെ സഹായിക്കുന്നത്. അതുപോലെ നെഗറ്റീവ് റെഗുലേഷൻ ആണ്, റിപ്രസർ ആണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് നെഗറ്റീവ് റെഗുലേഷനുമാണെന്ന കാര്യം കൂടെ കൃത്യമായിട്ട് ഓർമ്മിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 26 നോക്കൂ. സ്ഥിരമായിട്ട് വരാൻ സാധ്യതയുള്ള ഹ്യൂമൻ ജിനോം പ്രോജക്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് പെയർ. ഇത് നമ്മളെ മെത്തേഡാണ്, മെത്തഡോളജി. എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ് എന്ന് പറഞ്ഞാൽ എന്താ? ESTS. എക്സ്പ്രസ് സീക്വൻസ് ടാഗ് എന്ന് പറഞ്ഞാൽ ജീൻസ് ദാറ്റ് ആർ എക്സ്പ്രസ് ആസ് RNA. ജീനുകൾ RNA ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ജീനുകളെ, എക്സോണുകളെ മാത്രം എടുക്കുന്നതാണ് ESTS എന്ന് പറയും നമ്മൾ, അതായത് എക്സ്പ്രസ് സീക്വൻസ് ടാഗ്. എന്നാൽ സീക്വൻസ് അനോട്ടേഷൻ എന്താ? സീക്വൻസ് ജിനോം വിത്ത് കോഡിംഗ് സീക്വൻസ് അല്ല, അത് എക്സ്പ്രസ് സീക്വൻസ് ടാഗ് ആണ്. അതായത് സീക്വൻസ് അനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് അപ്രോച്ച് ആണ്. അതിനകത്ത് എന്തുണ്ടാവും? ഈ എക്സോണും ഉണ്ടാവും, ഇൻട്രോണും ഉണ്ടാവും, എന്നിട്ട് അതിൽ നിന്ന് എക്സോണുകളെ തരംതിരിക്കുകയാണ്. അപ്പൊ സീക്വൻസ് അനോട്ടേഷൻ തെറ്റാണത്. ഓട്ടോമേറ്റഡ് DNA സീക്വൻസ് എന്നാൽ ഫെഡറിക് സാംഗറിന്റെ മെത്തേഡിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ശരിയാണ്. അപ്പോൾ നൺ ഓഫ് ദ എബോവ് എന്നുള്ളതും തെറ്റാണ്. അല്ലെ, അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതിൽ ഏതാ ഇവിടെ തെറ്റ് ഓൾറെഡി ഉണ്ട്. സീക്വൻസ് അനോട്ടേഷൻ തെറ്റാണ്. അതായത് ബ്ലൈൻഡ് അപ്രോച്ച് ആണ്. എക്സോണിനെയും ഇൻട്രോണിനെയും ഒന്നിച്ചെടുത്ത് അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യുന്നതാണ് സീക്വൻസ് അനോട്ടേഷൻ എന്ന് പറയാം. എന്നാൽ എക്സ്പ്രസ് RNA ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് മാത്രമാണ് നമ്മുടെ ESTS എന്ന് പറയാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 26 is the right answer. ഓക്കെ, അടുത്ത ചോദ്യം. which among the following are non-human model whom genome was sequenced? മനുഷ്യന്റെ ജീനോം സീക്വൻസ് ചെയ്യുന്ന സമയത്ത് മറ്റേതെങ്കിലും നോൺ ഹ്യൂമൻ ആയിട്ടുള്ള ജീവികളെ സീക്വൻസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആരൊക്കെ എന്നൊരു ചോദ്യം. നമ്മൾ NCERT കൃത്യമായി കൊടുത്തിട്ടുണ്ട്. സീനോറാബ്ഡിറ്റിസ് എലഗൻസ് അതുണ്ട്, അതൊരു നെമറ്റോഡയാണ്, അതൊരു നോൺ പാത്തോജനിക് ആണ്, കൃത്യമായി ഓർമ്മിക്കുക. സീനോറാബ്ഡിറ്റിസ് എലഗൻസ് എന്ന് പറയുന്നത് ഒരു നോൺ പാത്തോജനിക് ആയിട്ടുള്ള ഒരു നെമറ്റോഡ്, ആഷിയൽമിന്തസ് ആണ്. ഡ്രോസോഫിലയുണ്ട്, അല്ലെ, റൈസും ചില പ്ലാന്റ്സുകളുണ്ട്. ഇതൊക്കെ ശരിയാണ്. സോ ഓൾ ഓഫ് ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ. ഇതൊക്കെ നോൺ ഹ്യൂമൻ ആണ്, അല്ലെ, നോൺ ഹ്യൂമൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സീക്വൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഫോർ ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 27. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 28 നോക്കൂ. നമ്മളെ അപ്പോൾ ഹ്യൂമൻ ജിനോം പ്രോജക്റ്റിലെ സാലിയന്റ് ഫീച്ചേഴ്സ് കൃത്യമായി പഠിക്കുക. സാലിയന്റ് ഫീച്ചേഴ്സ് കൃത്യമായിട്ട് പഠിക്കണം. അതിൽ തെറ്റിപ്പോകുന്നത് 2.4 മില്യൺ 1.4 മില്യൺ ആണ്. അതായത് ഡിസ്ട്രോഫിലുള്ള ന്യൂക്ലിയോടൈഡിന്റെ എണ്ണമാണ് 2.4 മില്യൺ. 1.4 മില്യൺ സ്ഥലത്ത് SNPS ആണ്, സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. ഇതൊക്കെ തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് കൃത്യമായിട്ട് ഓർമ്മിക്കുക. നമ്മളെ 28ഉം 29ഉം ചോദ്യം, ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ DNA ഫിംഗർ പ്രിന്റിനെ ബേസ് ചെയ്തിട്ടാണ്. അലക്സ് ജെഫ്രി ഉപയോഗിച്ച സാറ്റലൈറ്റ് DNA ആസ് എ പ്രോബ് ദാറ്റ് ഷോ വെരി ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം. അതായത് പോളിമോർഫിസം ആണ് DNA ഫിംഗർ പ്രിന്റിന്റെ ആധാരം, ബേസിസ്. ആ ഒരു ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം ഉള്ള സംഭവത്തിനെ അലക്സ് ജെഫ്രി ഉപയോഗിച്ചതിന് എന്താ പറയുക? ഇറ്റ് ഈസ് നോൺ ആസ് VNTR, വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്. ഇപ്പൊ നമ്മൾ ഈ DNA ഫിംഗർ പ്രിന്റിംഗിൽ STR ഉപയോഗിക്കുന്നുണ്ട്, ഷോർട്ട് ടേം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ അലക്സ് ജെഫ്രി ഉപയോഗിച്ചത്, അദ്ദേഹമാണ് DNA ഫിംഗർ പ്രിന്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം ഉപയോഗിച്ചത് വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്, VNTR ആണ്. ഓക്കെ, അത് എന്തിലാ വരിക? മിനി സാറ്റലൈറ്റ് എന്ന കാറ്റഗറിയിലാണ് അത് വരുന്നത്. സാറ്റലൈറ്റ് DNA എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ്? കാരണം ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം അത് കാണിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു സാറ്റലൈറ്റ് നമ്മൾ VNTR എന്ന് പറയുന്നത് മിനി സാറ്റലൈറ്റ് ആണ്, മൈക്രോ സാറ്റലൈറ്റ് അല്ല. അതുവരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. ഏകദേശം നമ്മൾ 1 മണിക്കൂർ സമയമായി. എന്തൊക്കെയാ സ്റ്റെപ്സ് ഇൻ DNA ഫിംഗർ പ്രിന്റിംഗ്? ഇത് ഇങ്ങനെ ചോദിക്കണമെന്നില്ല. സ്റ്റെപ്സുകൾ തന്നിട്ട് തെറ്റിച്ചു തരാം, എന്നിട്ട് ശരിയാക്കാൻ പറയാം, മിസ് ചെയ്ത് തരാം, എന്നിട്ട് ശരിയാക്കാൻ പറയാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓരോന്നിന്റെയും പിന്നില് ABCD എന്ന് തന്നിട്ട് അത് എന്താണെന്നാണ് ചോദിച്ചത്. ABCDE. ആദ്യം ഐസൊലേഷൻ ഓഫ് DNA ഐസൊലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഡൈജഷൻ നടത്തുന്നു. എന്തുപയോഗിച്ചിട്ട്? റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ഉപയോഗിച്ചിട്ട്. ഇലക്ട്രോഫോറസിസ് അല്ല, റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ഉപയോഗിച്ചിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? ഡൈജസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ സോർട്ട് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു. അതിനുപയോഗിക്കുന്ന മെത്തേഡിനെ നമ്മൾ ഇലക്ട്രോഫോറസിസ് എന്നാണ് പറയുക. അപ്പൊ ഇലക്ട്രോഫോറസിസ് ഇവിടെയുണ്ട്. അപ്പൊ 1, 3, 4 ആണ് ഇലക്ട്രോഫോറസിസ് വഴി. അടുത്തത് എന്ത് ചെയ്യുന്നു? അത് നമ്മൾ ഒരു ഡൈജസ്റ്റ് ചെയ്യണം. എന്നിട്ട് അതിനെ സിംഗിൾ സ്ട്രാൻഡഡ് ആക്കണം. എന്നിട്ട് ആ സിംഗിൾ സ്ട്രാൻഡിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? ഒരു നൈലോൺ പോലുള്ള ഷീറ്റിലോട്ട് അതിനെ മാറ്റണം. അപ്പൊ ആ ട്രാൻസ്ഫറിങ് ഓഫ് DNA ഇൻടു എന്തിലേക്കാണ് മാറ്റുന്നത് എന്ന് ചോദ്യം.
നൈട്രോ സെല്ലുലോസ് ഓർ നൈലോൺ ആണ്. ഇവിടെ ലാബൽഡ് VNTR തെറ്റാണ്, നൈട്രോ സെല്ലുലോസ്. അപ്പൊ നമ്മൾ ഉത്തരം 1ലോ 4ലോ ഒതുങ്ങി. ഇനി അടുത്തത് എന്താ? DNA ഹൈബ്രിഡൈസേഷൻ. അങ്ങനെ നൈട്രോ സെല്ലുലോസിലോ നൈലോണിലേക്കോ ചേർത്തിരിക്കുന്നതിനെ നമ്മൾ ഹൈബ്രിഡൈസ് ചെയ്യുന്നു യൂസിങ് VNTR പ്രോബ്, ലാബൽഡ് റേഡിയോ ആക്റ്റീവ് പ്രോബ് ഉപയോഗിച്ചിട്ട്. അപ്പൊ ഇവിടെ ഇത് നോക്കേണ്ട ആവശ്യമില്ല, ഇത് മതി. ഇതിവിടെ ഓട്ടോ റേഡിയോഗ്രാഫി തെറ്റാണ്. അപ്പൊ DNA ഹൈബ്രിഡൈസേഷൻ നടത്തുന്നത് ലാബൽഡ് VNTR പ്രോബ്, റേഡിയോ ആക്റ്റീവായ പ്രോബ് ഉപയോഗിച്ചിട്ടാണ്. അവസാനം അതിന്റെ ഓട്ടോ റേഡിയോഗ്രാഫി, തനി അത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, ആ ഒരു മെത്തേഡ്. അപ്പൊ ഇതിൽ എന്താ വരിക? ഈ ഓർഡർ നിങ്ങൾ പഠിക്കുക. ഓപ്ഷൻ 1 ആണ് ക്വസ്റ്റ്യൻ നമ്പർ 29. 1 ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 29. അപ്പൊ നിങ്ങൾ ഇതിലൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കണം. ഈ ഒരു DNA ഫിംഗർ പ്രിന്റിംഗിൽ നമ്മൾ പഠിക്കുന്ന അലക്സ് ജെഫ്രിയാണ് ഇന്റർവ്യൂ ചെയ്തത്. VNTR ആണ് അധികം ഉപയോഗിച്ചത്, അല്ലെ? അത് മിനി സാറ്റലൈറ്റ് രൂപത്തിലാണ് എന്ന കാര്യവും ഈ ഒരു സ്റ്റെപ്പുകളും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. സ്റ്റെപ്പുകൾ തെറ്റിച്ചു തരാം, അല്ലെങ്കിൽ മിസ് ചെയ്ത് തരാം, അല്ലെങ്കിൽ ഇതേപോലെ തരാം. എങ്ങനെ വേണമെങ്കിലും ഈ സ്റ്റെപ്പുകൾ പഠിക്കുക. ഇതിന്റെ യൂസസും നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ എൻറ്റയർ ഈ ഒരു മോളിക്കുലാർ ബേസിസ് എന്ന ടോപ്പിക് ഇവിടെ പറഞ്ഞതാണ്. കൃത്യമായും നിങ്ങൾക്കറിയാം 16 മണിക്കൂറിന്റെ ചാപ്റ്റർ നമ്മൾ 1 മണിക്കൂറിൽ ഒതുക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫക്റ്റുകൾ നിങ്ങൾക്കറിയാം. പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ പണ്ട് പഠിച്ച കാര്യം ഇത് പഠിക്കാനല്ല, പണ്ട് പഠിച്ചത് ഒരിക്കൽ കൂടെ ഓർമ്മിക്കാനാണുള്ള സത്യം കൂടെ മനസ്സിലാക്കുക, ഒന്ന് റിഫ്രഷ് ചെയ്യുക. ഇത് നിങ്ങൾ കേൾക്കുന്നതോടുകൂടെ നിങ്ങളെ എൻറ്റയർ മോളിക്കുലാർ ബേസിസ് ചാപ്റ്റർ ഒരിക്കൽ കൂടെ നിങ്ങൾ റിവൈസ് ചെയ്ത ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന വിശ്വാസത്തോടെ നമുക്കിവിടെ നിർത്താം. ഓക്കെ, താങ്ക് യു.